friends for joining. Alexander Matthew, Binu Charian, Alexi Mulula, Ajish K. Paul, Johnson Kochimon, Philip Stephen Tengandaril, Gigi Abraham, James Samuel, Shibu Jacob, Dennis Jacob, James, Anil Taratil Thomas, Biju Pediakal, Samaris, Mundalatil, Jacob C. Samuel, Jacob Koshi, Suraj Abraham, Arakel, Ashish Joel, Robin John, Georgie George, William Matthew, Thomas Kochikaran, Koshi Raji, Liju George, Tina Benjamin, Jake, Anida Abraham, Vishal Charian, William Matthew, Praveen Thomas, James Joseph, Blasbin MK, Chijo Kuriakos, Ashley Yeshidas, Anil Joy, Bina Binu, Animon Tangachan, Sojan Malikatil, Rosemary Yohanan, Bonnie Onata, Eldos Kurian Yakave Karan, Sabu Samuel, Benny George, Abin Babu, Jos Francis, Saji Joy, Mathis Varakatarian, Chiramogot Matthew. Thank you. പേര് പറയാത്തവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഹേവറ ബുധനാഴ്ചയാണ്. ഞാൻ അമേരിക്കയിലെ കണക്കാ പറയുന്നത്. ഇന്ത്യയിൽ നിങ്ങൾക്ക് വ്യാഴാഴ്ചയായി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഈ ഹെവറ ആഴ്ച എന്ന് പറഞ്ഞാൽ ഉയർപ്പ് ഞായറാഴ്ചയ്ക്കും പുതു ഞായറാഴ്ചയ്ക്കും ഇടയിലുള്ള ഒരു വീക്കാണ്. അതായത് ഈസ്റ്റർ. ഉയർപ്പ് ഞായർ കഴിഞ്ഞാൽ ഒരാഴ്ച കൂടെ ഈസ്റ്റർ ആഘോഷമായിട്ടാണ് സഭയിൽ ആദിമകാലത്ത് ഉണ്ടായിരുന്ന സമ്പ്രദായം. ആ ഒരാഴ്ചയായിരുന്നു മാമോദീസ ഒക്കെ കൂടുതൽ നടന്നിരുന്നത്. അതേക്കുറിച്ച് നമ്മൾ ഈ ഒരാഴ്ച പുനരുത്ഥാനത്തെ ഉറപ്പിക്കുന്ന ആഴ്ചയാണ്. ഇപ്പം ഈസ്റ്റർ സെലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ. അതാണ് ഹെവോറ. ഈ ശക്തമായ മഴ പെയ്തു കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ മരം പെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ വനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് നല്ലപോലെ അറിയാം. ഒരുപാട് മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മരത്തിൽ നിന്ന് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അതാണ് മരം പെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരാഴ്ച ഈ മരം പെയ്യുന്ന ഒരാഴ്ചയാണ്. ഉയർപ്പിൻ്റെ ആ സന്ദേശം വീണ്ടും അലയടിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഹെവോറയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇങ്ങനെ ഈ ദിവസങ്ങളിൽ എല്ലാം ഈ കാര്യങ്ങൾ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക തന്നെ എക്കാർ സംഗീതം, ഒന്നാം നിറം, രണ്ടാം നിറം, മൂന്നാം നിറം, നാലാം നിറം, ഇങ്ങനെ ഓരോ ദിവസവും ആരാധനയിൽ ഓരോ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ പ്രുമിയോൻ സെദ്രാകൾ വായിക്കുമ്പം ഈ ഹെവോറ ആഴ്ചയുടെ പ്രുമിയോൻ സെദ്രാകൾ നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സെദ്ര വായിച്ചായിരുന്നു. ചൊവ്വാഴ്ചയുടെ സെദ്ര. ചൊവ്വാഴ്ചയുടെ സെദ്ര നമ്മൾ വായിച്ചു. അന്ന് നമ്മൾ ത്രൂത്തത്തെ പറ്റി ഉള്ള സെദ്രയായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ഞായർ, ഹെവോറ ഞായർ, ഹെവോറ തിങ്കൾ, ഹെവോറ ചൊവ്വ, ഹെവോറയുടെ ബുധൻ, ഹെവോറയുടെ വ്യാഴം, ഇങ്ങനെ നമ്മൾ പ്രുമിയോൻ സെദ്രകൾ നോക്കിക്കഴിയുമ്പോൾ വേദപുസ്തക സംഖ്യാശാസ്ത്രം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ സെദ്രായിൽ 1 പ്രത്യേകതകൾ നമുക്ക് കാണാം. രണ്ടാമത്തെ ദിവസത്തെ സെദ്രായിൽ 2 സംഖ്യയുടെ പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസത്തെ സെദ്രായിൽ 3 പ്രത്യേകതകളെ വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച സെദ്ര ത്രൂത്തത്തെ പറ്റിയായിരുന്നു. അത് 3 എന്ന സംഖ്യയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ത്രിത്വോപദേശം കടന്നു വരുമായിരുന്നു.
ആകയാൽ പരിശുദ്ധ തൃത്വത്തിന്റെ വിശുദ്ധ ന്യൂമാകളിൽ ഒരുവനായ പിതാവിന്റെ ഏകജാതനായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നെന്തെന്നാൽ ആത്മാവിന്റെ 3 വികാരങ്ങളെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് നീ അകറ്റി പൂർണ്ണതയുടെ ഉന്നതിയിലേക്ക് ഞങ്ങളെ 3 അളവുകളാൽ പടിപടിയായി ഉയർന്നെത്തിച്ചേരുവാൻ കൃപയരണമേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച സദറ. അതിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ 3 ബന്ധപ്പെട്ട് കർത്താവിന്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സംഖ്യകളെ കുറിച്ചുള്ള ഒരു പ്രബോധനമാണ് ആ സദറയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. ഇതിങ്ങനെയാണ്: പരിശോധകരുടെ നിഗമനത്തിനതീതമായ 3 അത്ഭുതങ്ങൾ നമ്മുടെ രക്ഷകൻ ചെയ്തു. തന്റെ ജനനിയുടെ കന്യാവ്രത മുദ്ര അഴിയാതെയുള്ള തന്റെ ശാരീരിക ജനനവും അടയാളവും, ഖബറിലുള്ള കാവൽക്കാരുടെ മുദ്രകളും അഴിക്കാതെയുള്ള തന്റെ ഉത്ഥാനവും, യഹൂദ ജനത്തെയുള്ള ഭയത്താൽ വാതിലുകളും ജനലുകളും ബന്ധിച്ചിരിക്കുമ്പോൾ മാളികയിലേക്കുള്ള തന്റെ പ്രവേശനവും തന്നെ. ഇവിടെ പതിവ് സാമ്പ്രദായികമായി ഈ പൊതു സുവിശേഷ വേദികളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ കാണുന്നത്. നമ്മൾ പൊതുവെ ഈ സ്ട്രീറ്റ് പ്രീച്ചേഴ്സ്, തെരുവ് പ്രസംഗകരൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണത്. റോമ ഗവൺമെന്റിന്റെ രാജകീയ മുദ്രയെ ഭേദിച്ചു, ഇമ്പീരിയൽ മുദ്രയെ തകർത്തു എന്നൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. വളരെ ആവേശത്തിൽ നമ്മൾ കൈയടിക്കും. എന്നാൽ സുറിയാനി സഭയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഉയർത്തത് ആ മുദ്രയെ തകർക്കാതെയാണ് എന്നാണ്. ഇവിടെ ഇതാ വായിക്കുന്നത്: തന്റെ ജനനിയുടെ കന്യാവ്രത മുദ്ര അഴിയാതെയുള്ള തന്റെ ശാരീരിക ജനനവും അടയാളവും, ഖബറിലുള്ള കാവൽക്കാരുടെ മുദ്രകളും അഴിക്കാതെയുള്ള തന്റെ ഉത്ഥാനവും. ഇത് ഒരു സദറയിലല്ല, പല പ്രാർത്ഥനകളിലും ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതന്മാർ കാവൽക്കാരുടെ ആരാഞ്ഞു, മുദ്ര തകർത്തുവോ എന്ന് ആരാഞ്ഞപ്പോൾ ഇല്ല, മുദ്രയ്ക്ക് ഭംഗമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാവൽക്കാർ മറുപടി പറയുന്നുണ്ട്. കർത്താവ് ഉയർത്തു എന്നുള്ളത് ഭയത്തോടെ ചെന്ന് പുരോഹിതന്മാരെ അറിയിക്കുന്ന കാവൽക്കാരോട് പുരോഹിതന്മാർ ചോദിക്കുകയാണ്. പിന്നീടാണ് പുരോഹിതന്മാർ അവരെ ബ്രൈബ് ചെയ്ത് നുണ പറയാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് സുവിശേഷത്തിൽ വായിക്കാം. അവരെ ആശ്ചര്യപ്പെടുത്തിയ സംഭവം ആ മുദ്ര അഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കണ്ടറിഞ്ഞവന്റെയും കേട്ടറിഞ്ഞവന്റെയും റിപ്പോർട്ടിങ്ങിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കും, കരയ്ക്കിരുന്ന് മീൻ പിടിക്കും, പിന്നെ കരയ്ക്കിരുന്ന് വള്ളം മുക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഈ റിപ്പോർട്ടിങ്ങിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഈ കുറെ ഓൺലൈൻ ന്യൂസ് ചാനലുകൾ കാണാം, യൂട്യൂബില് ചാനലുകൾ. ഇപ്പം ഈ കൊറോണ വൈറസും ഒക്കെ വന്നപ്പോൾ യൂട്യൂബിൽ കുറെ വാർത്താ മലയാളികൾ നടത്തുന്നത് 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്റ്റുഡിയോ റൂമിനകത്ത് ഇരുന്ന് ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അവരുടെ ന്യൂസിന്റെ ഹെഡിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടാൽ നമ്മളങ്ങ് ത്രില്ലടിച്ച് ക്ലിക്ക് ചെയ്യും ഇത് കേൾക്കാൻ വേണ്ടി. ഇത് കാര്യമൊന്നുമില്ല. അവർ ഈ മുഖത്തെ മസിലൊക്കെ വലിച്ചു മുറുക്കി കുറെ ന്യൂസ് പറയുന്നു. ഒരു സിംഗിൾ വീഡിയോ ക്ലിപ്പ് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ന്യൂസ് ചാനലിൽ ഈ ഒരു ന്യൂസ് ക്ലിപ്പ് ഇറക്കുന്നതിന് ഒരു മുടക്കവുമില്ല. ഒരു ചെറിയ ഫോൺ വെച്ച് ഇത് റെക്കോർഡ് ചെയ്താൽ മതി. ഒരു നല്ല ക്യാമറയുടെ പോലും ആവശ്യമില്ല. ചീപ്പാണ്. ഇവരിത് പറയുമ്പോൾ നമുക്കൊരു വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഒന്നുകിൽ അവർ പോയി വീഡിയോ ക്ലിപ്പ് എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വരണം. അതിന് മുടക്കില്ല. അവർ പകരം ചെയ്യുന്ന എന്താണ്, കുറച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കുറെ സ്റ്റിൽ പിക്ചേഴ്സ് ഇതിന്റെ പുറകെ കൂടി ഇങ്ങനെ കാണിക്കും. ഇവർ വാർത്ത വായിക്കുന്നതിനിടയിൽ ഇങ്ങനെ കുറെ പിക്ചറുകൾ ഇങ്ങനെ കാണിക്കും. ഒരു മുടക്കവുമില്ല, ഒരു എക്സ്ട്രാ സ്റ്റാഫിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇന്നത്തെ അത് കണ്ടിങ്ങനെ ആവേശം കൊള്ളാൻ കുറെ മലയാളികളുടെ ഇടയിൽ ന്യൂസ് ചാനലുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യൂട്യൂബിലുള്ള അങ്ങനെ ചീപ്പ് ചാനൽ.
കാരണം അവരെ സംബന്ധിച്ച് സംഭവ സ്ഥലം സന്ദർശിക്കുന്നില്ല, അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നില്ല, അവർക്ക് റിപ്പോർട്ടർമാരില്ല, ഒന്നിന്റെ ആവശ്യം. കേട്ടറിവാണ്. കൊറോണയെ പറ്റിയൊക്കെ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും ആ രാജ്യത്ത് നിന്ന് അവരുടെ റിപ്പോർട്ടർ പറഞ്ഞ പോലെയാണ്. ഈ കേട്ടറിയുന്നവനും കണ്ടറിയുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ ഉയർപ്പിനെ പറ്റി പറയുകയാണ്. അങ്ങനെയുള്ളവരാണ് പിന്നെ ഈ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര തകർത്തു, പൊളിച്ചു, വലിച്ചടുക്കി. സുറിയാനി സഭയുടെ ഒരു പ്രാർത്ഥനയിലല്ല, പല പ്രാർത്ഥനകളിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രസ്താവനയാണ് കല്ലറയ്ക്ക് വെച്ചിരുന്ന മുദ്രയെ തകർത്തിട്ടല്ല കർത്താവ് ഉയർത്തത്, തകർക്കാതെയാണ്. അതിനോട് പാരലായിട്ട് 3 സംഭവങ്ങളാണ് പറയുന്നത്. ഒന്ന്, കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം വരാതെ കർത്താവ് ജനിച്ചു, കന്യകയിൽ നിന്ന് ജനിച്ചു. ഇതൊക്കെ ഈ മറ്റ് വിഭാഗക്കാർക്ക് വലിയ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഒത്തിരി തർക്കങ്ങൾ ഈ ഫേസ്ബുക്കിലും ഒക്കെ കൊണ്ടുവന്ന ആളുകൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കന്യകയായി തുടരുന്നത് എങ്ങനെ ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഈ കന്യക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇവർക്കറിയത്തില്ല. അപ്പൊ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗമില്ലാതെ ക്രിസ്തുജാതനായി കബറിന്റെ മുദ്ര പൊളിക്കാതെ ക്രിസ്തു ഉയർത്തു. കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കഥക് തുറക്കുകയോ പൊളിക്കുകയോ ചെയ്യാതെ താൻ പ്രത്യക്ഷനായി. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം വായിച്ച സെദറോയിൽ നമ്മൾ വായിച്ചത്. അപ്പൊ ഇത് നമ്മുടെ ഒരു ചിന്താഗതിക്ക് തെറ്റാണ്. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കണ്ടറിഞ്ഞവനും കേട്ടറിഞ്ഞവനും തമ്മിലുള്ള വ്യത്യാസം. കാരണം സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ്, അവിടെ നിന്ന് നേരിട്ട് തുടങ്ങിയതായതുകൊണ്ടെല്ലാം ഈ പൊതുലോകത്തിന് അറിയാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സംഭവം, ഒരു കൊലപാതകമായിക്കോട്ടെ, അല്ലെ ഏതെങ്കിലും ഒരു പ്രമാദമായ വിഷയമായിക്കോട്ടെ, ഇതേക്കുറിച്ച് ലോകമറിയുന്ന ഒന്ന് പത്രത്തിൽ വരുന്നത്, ടെലിവിഷനിൽ വരുന്നത്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, പോലീസിന്റെ വേർഷൻ, അത് വേറെയാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായിരിക്കും നിങ്ങൾ ആ നാട്ടിൽ ചെന്ന് അതുമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തവരുടെയും ഡയറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസസിന്റെ മൊഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടൊന്നായിരിക്കും അവർക്ക് പറയാനുള്ള സ്റ്റോറി. ചിലപ്പോൾ വാദി പ്രതിയായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത് ഇതുമായിട്ട് ഏറ്റവും ബന്ധമുള്ളവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ഏറ്റവും ബന്ധമുള്ളവർ. അപ്പൊ ആ തരത്തിൽ ക്രിസ്ത്യാനിറ്റി നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും നേർ പാരമ്പര്യം സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. കാരണം അത് കർത്താവിന്റെ നേർ ശിഷ്യന്മാർ, അവരുമായിട്ടുള്ള ഡയറക്റ്റ് പിന്തുടർച്ചയും ബന്ധവുമുണ്ട്. ജിയോഗ്രഫിക്കലി പോലും അകന്നവരെന്ന് അവിടുന്ന് ആ പ്രദേശത്ത് നിന്ന് തന്നെ തുടങ്ങി അവിടെ നിന്ന് തന്നെ വരികയാണ്. അതുകൊണ്ട് ആ സഭയുടെ പ്രാർത്ഥനയ്ക്കകത്ത് അവര് പറയുന്നു കല്ലറയുടെ മുദ്ര പൊളിക്കാതെയാണ് കർത്താവ് ഉയർത്തത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും, കല്ല് മാറ്റിയിരിക്കുന്നു എന്ന് സുവിശേഷത്തിലുണ്ട്. കല്ല് മാറ്റിയിരിക്കുന്നു. അപ്പൊ പിന്നെ മുദ്ര പൊട്ടാതെ എങ്ങനെയാണ് കല്ല് മാറ്റുന്നത്? റോളിംഗ് സ്റ്റോൺ, കല്ല് ഉരുട്ടി വെക്കുന്നു. അന്ന് 2 തരത്തിലുള്ള കല്ലറയുണ്ട്. ഈ റോൾ ചെയ്യുന്ന, അതായത് 4 അടി വലിപ്പമുള്ള ഒരു വൃത്താകൃതിയിലുള്ള കല്ല് ഒരു ഗ്രൂവിലൂടെ ഉരുട്ടി വെക്കുന്ന തരത്തിലുള്ള കല്ലറയുണ്ട്. പിന്നെ ഒരു കല്ല് തള്ളിക്കയറ്റി കോർക്ക് പോലെ, നമ്മൾ ഈ വീഞ്ഞു ഉപ്പിക്കുമൊക്കെ ഉള്ള കോർക്കുണ്ട്, അതുപോലെ ഈ കോർക്ക് പോലെ ഒരു കൂന്തൻ കല്ല് വെച്ച് അടയ്ക്കുന്ന രീതിയിലുള്ള കല്ലറയുണ്ട്. റോളിംഗ് സ്റ്റോണ് റെയർ ആണ്, എന്ന് പറഞ്ഞാൽ നല്ല പണമുള്ളവരുടെ കല്ലറയാണ്. കർത്താവിന്റെ കല്ലറ പണമുള്ളവന്റെ കല്ലറയായിരുന്നോ പാവപ്പെട്ടവന്റെ കല്ലറയായിരുന്നോ? പാശ്ചാത്യ ഗവേഷകരുടെ നിഗമനവും അനുമാനവും സാധാരണ ഒരു കല്ലറയായിരുന്നുവെന്നും അതുകൊണ്ട് റോളിംഗ് സ്റ്റോൺ ആകാൻ സാധ്യതയില്ലെന്നാണ് ഒത്തിരി ആളുകൾ പറയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ചാണ്. കാരണം അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടി ആയിരുന്നു
ധനവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിട്ടു എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകേണ്ടതിന് അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അവനെ വെച്ചു എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുമ്പോൾ അവനെ വെച്ച കല്ലറ കൂടിയ കല്ലറയാണ്. അതല്ല, അരിമത്തിയിലെ യോസഫ് ഒരു മന്ത്രിയായിരുന്നു, ധനികനായിരുന്നു. അതുകൊണ്ട് തൻ്റെ കുടുംബ കല്ലറ ഒരിക്കലും കുറഞ്ഞ കല്ലറയായിരിക്കത്തില്ല, അന്നത്തെ ഏറ്റവും ഹൈ ഫാഷന്റെ കല്ലറയായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും കല്ലുരുട്ടി മാറ്റി വെച്ചു, അവർ കല്ലുരുട്ടി വെച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. കല്ലുരുട്ടി വെച്ചു, ഈ ഉരുട്ടുക, റോളിങ്, അതിന് ഈ ഗ്രീക്കില് കുലിയോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കുലിയോസ് കല്ല് ഉരുട്ടി വെച്ചു എന്ന് പറയുന്നതിന് പ്രോസ്കുലിയോസ് എന്ന് പറയും. ഉരുട്ടി മാറ്റി എന്നുള്ള അപ്പോകുലിയോസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഉരുട്ടി, നമുക്ക് മലയാളത്തിലാണെങ്കിൽ ഉരുട്ടി വെച്ചു, ഉരുട്ടി മാറ്റി, അപ്പൊ ഇങ്ങനെ 3 വാക്കാം. അപ്പൊ ഉരുട്ടുക എന്നുള്ളതിന് കുലിയോസ്, ഉരുട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ഉരുട്ടി വെക്കുക എന്നുള്ളതിന് പ്രോസ്കുലിയോസ്, ഉരുട്ടി മാറ്റുക എന്നുള്ളതിന് അപ്പോകുലിയോസ്. അപ്പൊ നമ്മൾ സുവിശേഷത്തിൽ മർക്കോസും ലൂക്കോസും ഒക്കെ അപ്പോകുലിയോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉരുട്ടി മാറ്റി വെച്ചു. ഉരുട്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ മുദ്ര പൊട്ടും. മുദ്ര പൊട്ടാതെ എങ്ങനെ ഉരുട്ടി മാറ്റുന്നേ? കാരണം ഈ കല്ലവിടെ വെച്ചിട്ട് അതിൻ്റെ ഇപ്പറയാണ് മുദ്ര കൊണ്ടുവെക്കുന്നത്. റോമാ ഗവൺമെന്റിന്റെ മുദ്ര ഭേദിക്കപ്പെട്ടാൽ കാവൽക്കാർക്ക് വധശിക്ഷയാണ്. നമ്മളതിനകത്ത് ഒരു ധാർമ്മികതയുണ്ട്, ഒരു നൈതികതയുണ്ട്. നമ്മളത് മനസ്സിലാക്കുക. ക്രിസ്തു ഉയർക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പ് 16 പേർക്ക് മരണശിക്ഷ കൊണ്ടുവരും. 16 പട്ടാളക്കാരാണ് കാവൽ നിൽക്കുന്നത്. ഈ 16 പട്ടാളക്കാർക്ക് വധശിക്ഷ കിട്ടും. കാരണം റോമൻ ഗവൺമെന്റിന്റെ മുദ്ര ഭേദിച്ചാണ് ക്രിസ്തു ഉയർത്തെങ്കിൽ. അപ്പൊ ആ പ്രസംഗം പറയുന്ന ആളുകൾ ഇത് ചിന്തിക്കുന്നില്ല. ഇപ്പൊ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ 16 പേരെ കൊലയ്ക്ക് കൊടുത്തുന്ന ആ പാവങ്ങളുടെ തല പോവും. മുദ്ര പൊട്ടിയാൽ അവിടെ ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലപ്രവൃത്തി 16 ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞ് തടവുകാർ രക്ഷപ്പെട്ടും കാണും എന്ന് കരുതി കാരാഗ്രഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിറ്റേ ദിവസം താനല്ല കൊല്ലപ്പെടും തടവുകാർ. അപ്പോഴാണ് പൗലൂസ് പറയുന്നത്, അരുത്, നിനക്ക് ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആരും പോയിട്ടില്ല. കാരണം ഒരു മനുഷ്യനെയും നശിപ്പിക്കാനല്ല കർത്താവിന്റെ സുവിശേഷം, മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കാനുള്ള സുവിശേഷമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അപ്പൊ ക്രിസ്തു ഉയർത്തത് ഈ പെന്തക്കോസ്തൽ പ്രസംഗങ്ങളിൽ ഇവർ വിളിച്ചു പറയുന്ന വിവരക്കേടിൽ കർത്താവ് റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തോണ്ട് എഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 പേരെ കൊലയ്ക്ക് കൊടുത്തോണ്ട് എഴുന്നേറ്റു എന്നുള്ളത്. അത് ശരി, അവരുടെ കർത്താവിനെ സംബന്ധിച്ച് അവരുടെ ഭാഷ്യം, അവരുടെ വിശ്വാസം, അവരുടെ ധാരണ, അവരുടെ പ്രഘോഷണം ആ രീതിയിലുള്ള മരണത്തിന്റെ സുവിശേഷം, നാശത്തിന്റെ സുവിശേഷം, ന്യായവിധിയുടെ സുവിശേഷം, മനുഷ്യരുടെ പ്രാണങ്ങളെ കൊല്ലുന്ന സുവിശേഷം അവർ പ്രസംഗിക്കുന്നു. വേറെ കാര്യം, അവർക്ക് ഹിസ്റ്റോറിക്കലി യാതൊരു ബന്ധവും ഇതുമായിട്ടില്ല. അത് പാരമ്പര്യമുള്ള സഭ, നേരിട്ടറിയാവുന്ന സഭ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള സഭ അതിന്റെ പ്രാർത്ഥനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മുദ്ര ഭേദിക്കാതെ നമ്മുടെ കർത്താവ് ഉയർത്തും. ഇതിനോട് ചേർത്ത് പഠിക്കാവുന്ന ഒരു പഴയ നിയമ ഭാഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 39 മുതലുള്ള ഭാഗത്ത് വിവരിക്കുന്നത്. ഗിദെയോൻ ദൈവത്തോടൊരു അടയാളം ചോദിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരാട്ടിൻതോൽ കളത്തിൽ നിവർത്തിയിടുന്നു. മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരിപ്പാൻ അരുളണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ഗിദെയോൻ 2 പ്രാവശ്യം തൻ്റെ തോൽ കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഒരു രോമമുള്ള ആട്ടിൻ തോൽ കൊണ്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അത് നിലത്ത് വിരിച്ചിട്ടു, ആ തോലിൽ മാത്രം മഞ്ഞിരിക്കട്ടെ, നിലമൊക്കെയും ഉണങ്ങിയിരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ കാണപ്പെട്ടു. 2-ാം ദിവസം വീണ്ടും ആ തോൽ ഉണങ്ങിയിരിക്കട്ടെ, നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കട്ടെ.
ഈ രണ്ട് അത്ഭുത സംഭവങ്ങൾ നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അടയാളങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഗിദെയോൻ 2 അടയാളങ്ങളാണ് ചോദിച്ചത്. ആ 2 അടയാളങ്ങൾ കർത്താവിൽ നിവൃത്തിയാവുകയാണ്. കർത്താവിന്റെ ജനനത്തിൽ, കന്യകയുടെ ഉദരത്തിൽ കർത്താവ് ജാതനായത് എങ്ങനെയെന്ന് വിശദീകരിക്കുവാൻ കഴിയാത്ത അത്ഭുതമാണ്. ഈ തോലിന്മേൽ മാത്രം മഞ്ഞിരുന്നത് പോലെ, നിലമെല്ലാം ഉണങ്ങിയിരിക്കുമ്പോൾ തോലിൽ മാത്രം മഞ്ഞിരുന്നത് പോലെ കന്യകയുടെ ഉദരത്തിലേക്ക് കർത്താവ് കടന്നു. കന്യക പ്രസവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ അവൾ സാധാരണഗതിയിലാണ് പ്രസവിച്ചത്. അതേപോലെ കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ അടയ്ക്കപ്പെട്ട ആ കല്ലറയിൽ നിന്ന് മുദ്രയെ ഭേദിക്കാതെ കർത്താവ് പുറത്തു വന്നു. തോല് ഉണങ്ങിയിരുന്നു, നിലമെല്ലാം മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നു. അത് മുൻകുറിയായി കാണപ്പെടുകയാണ്. അപ്പൊ 2 അടയാളങ്ങളാണ് മുദ്രയുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ കാണുന്നത്. ഈ 2 അടയാളങ്ങൾ ഗിദെയോന് നൽകപ്പെട്ടതാണ്. അപ്പോൾ ഗിദെയോന് കിട്ടിയ 2 അത്ഭുതങ്ങളിൽ കർത്താവിന്റെ ജനനത്തിങ്കലെ അടയാളവും കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ അടയാളവും ഒരുപോലെ ദൃഷ്ടാന്തവൽക്കരിക്കപ്പെടുകയാണ്. കന്യകയുടെ ഉദരത്തിലേക്ക് കർത്താവ് കടന്നത് എങ്ങനെയാണെന്ന് ഇന്നും വിസ്മയമായി നിൽക്കുന്നു. അതുപോലെ കർത്താവിനെ കല്ലറയിൽ കൊണ്ട് വെച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. മരിമത്തിയിലെ യോസഫും നിക്കോദിമോസും ചേർന്ന് 100 റാത്തൽ സുഗന്ധദ്രവ്യം പൂശി യഹൂദ മര്യാദ പ്രകാരം കർത്താവിനെ കല്ലറയിൽ വെച്ചു, കല്ല് അടച്ചു. എന്നാൽ കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ആ കല്ല് റോമ ഗവൺമെന്റിന്റെ മുദ്ര തകർക്കപ്പെടാതെ കർത്താവ് പുറത്തേക്ക് വന്നു. ഈ 2 അടയാളങ്ങളും ഒരുപോലെ വീണ്ടും മൂന്നാമത്തേതിൽ സമ്മേളിക്കുകയാണ്. യഹൂദന്മാരെ ഭയന്ന് വാതിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം. ആ വാതിൽ തുറക്കുകയോ ചവിട്ടിപ്പൊളിക്കുകയോ ചെയ്യാതെ കർത്താവ് ആ മുറിക്കകത്തേക്ക് പ്രവേശിച്ചു. അതുപോലെ കർത്താവ് വാതിൽ തുറക്കുകയോ ചവിട്ടിപ്പൊളിക്കുകയോ ചെയ്യാതെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കും പോയി. അപ്പൊ ഈ 2 അടയാളങ്ങളും കന്യകയുടെ ഉദരത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചതുപോലെയും കല്ലറയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതുപോലെയും ആ 2 അടയാളങ്ങളും മൂന്നാമത്തതിൽ ഒരുമിച്ച് സമ്മേളിക്കുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ തിരുവെഴുത്തിൽ 4 ഭാഗങ്ങളിലായിട്ട് 4 അടയാളങ്ങളെ പരസ്പരം ബന്ധിക്കപ്പെട്ടതായി കാണുകയാണ്. ഇതാണ് ഈ സെതറോയിൽ നമ്മൾ വായിക്കുന്നത്. ആ സെതറോയിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് അവിടെ വായിക്കുന്നത്. ഇവര് വിളിച്ചു പറയും മുദ്ര ഭേദിച്ച് കുറെ പേരെ കൊലയ്ക്ക് കൊടുത്തു, അവരുടെ എല്ലാം തലകൾ, പട്ടാളക്കാരെല്ലാം ചത്തുപോകത്തില്ല, അവരെല്ലാം കൊന്നില്ലേ? അതാണോ കർത്താവിന്റെ ഉയർപ്പ്? മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത്, അല്ലാതെ ആരെയും കൊല്ലാനല്ല. ഈ വലിയൊരു പ്രസംഗത്തിനകത്ത് ഒത്തിരി തട്ടിപ്പുണ്ട്. ഞാൻ പറഞ്ഞു കുറെ വാചകങ്ങൾ കാണാതെ പഠിച്ചിട്ട് അതിങ്ങനെ ആവർത്തിച്ചു. അപ്പൊ അങ്ങനെ ക്ലീഷ ഡയലോഗ്സിനകത്ത് ഈ ക്ലീഷ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റോമൻ ഗവൺമെന്റിന്റെ. ഞാൻ ഈ യൂട്യൂബിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പം ചില സുറിയാനിക്കാരും ഇത് പ്രസംഗിക്കുന്നുണ്ട്. റോമ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. ഇവൻ ഈ വിവരക്കേട് കാണാൻ പഠിക്കുന്ന സമയത്ത് ഇവന്റെ സഭയുടെ പ്രാർത്ഥന ഒരു പ്രാവശ്യം വായിച്ചാല് ഈ ബോധക്കേട് വരത്തില്ല. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര. അപ്പൊ എങ്ങനെയാണ് ഇത്? ഇപ്പൊ ലൂക്കോസ് എഴുതി, മർക്കോസ് എഴുതി, അവരെഴുതി, ഇവരെഴുതി. കല്ലറയ്ക്ക് നേരിട്ട് പോയി കണ്ടയാള് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോ യോഹന്നാൻ കുലിയോസ് എന്നും എഴുതില്ല, പ്രോസ്കുലിയോസ് എന്നും എഴുതില്ല, അപ്പോകുലിയോസ് എന്നും എഴുതില്ല. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ് ഹൈറോ എന്ന എഴുതിയിരിക്കുന്നത്. ഹൈറോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എടുത്തു മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ ഈ കല്ലറയ്ക്ക് വെച്ചിട്ട് ഇപ്പുറത്ത് മുദ്രയിരിക്കുകയാണ്. കല്ലുരുട്ടിയാൽ മുദ്ര ഭേദിക്കപ്പെടും. എന്നാൽ കല്ലുരുട്ടാതെ 6 പേര് ചേർന്ന് ഉരുട്ടി മാറ്റേണ്ട കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയത്. എടുത്തു മാറ്റിയാൽ മുദ്ര പൊട്ടത്തില്ല. മുദ്ര പൊട്ടാതെ എന്ന് പറഞ്ഞാൽ മനുഷ്യ സാധ്യമായ ഒരു കാര്യമല്ല. ഒരു മനുഷ്യനും മാനുഷിക ശക്തിയാൽ സംഘം ചേർന്നാൽ പോലും നടക്കാത്ത ഒരു കാര്യമാണ്. ആ കല്ലിനെ ആ മുദ്ര ഭേദിക്കാതെ എടുത്തുയർത്തി. അതാണ് യോഹന്നാന്റെ പ്രസ്താവന. യോഹന്നാൻ പറയാണ് കല്ലിനെ എടുത്തുയർത്തി. കൃത്യമായിട്ട് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ അവിടെ ഹൈറോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോഴാണ് നമ്മൾ സഭയുടെ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാകും. എന്നെ കേൾക്കുന്ന സുറിയാനിക്കാർ മനസ്സിലാക്കണം, നിങ്ങൾ എത്ര ധന്യമായ വിശിഷ്ടമായിരിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ്. കർത്താവ് ഉയർത്തു. കർത്താവിൻ്റെ ഈ മോശ പഴയ നിയമവുമായിട്ട് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പം 3000 പേര് കൊല്ലപ്പെട്ടു. 3000 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ കർത്താവിന്റെ സുവിശേഷം ജീവപ്രദായകമായ സുവിശേഷം. നമ്മളെപ്പോഴും പറയുന്നതാണ് ജീവപ്രദായകമായ സുവിശേഷം. അപ്പൊ ജീവപ്രദായകമായ സുവിശേഷം പുനരുത്ഥാനത്തിന്റെ പൊൻപുലരി, ആ ഞായറാഴ്ച, ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പ്രഭാതത്തിൽ 16 പേർക്ക് മരണശിക്ഷ വിധിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തു എന്ന് ധരിക്കുന്നത് എത്ര മൂഢതയാണ്. മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല അവൻ വന്നത്, മറിച്ച് അത് നമ്മളിത് കേൾക്കുമ്പോൾ ഈ സാധാരണ ചിന്തിക്ക് ഇപ്പോൾ കർത്താവിന്റെ കവറൊക്കെ കാത്ത് റോമാൻ ഗവൺമെന്റിന്റെ പട്ടാളക്കാരല്ല, അവന്റെ തല പോയല്ലോ അങ്ങോട്ട്. ഈ അൺറിന്യൂഡ് മൈൻഡാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കർത്താവ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. തന്നെ പിടിക്കാമെന്ന പട്ടാളക്കാർ ഒരുത്തനെങ്കിലും ഒരുത്തൻ അവന്റെ കഥ കഴിക്കാമെന്ന് കരുതിയാണ് പത്രോസ് വാളെടുത്ത് വീശിയത്. പെടലിക്കാ വിട്ടത്, പക്ഷെ ചെവി മുറിഞ്ഞു പോയി. തന്നെ അറസ്റ്റ് ചെയ്യാമെന്നാണ്, ക്രൂശിക്കാമെന്നവരാണ്. കർത്താവ് എന്ത് ചെയ്യുന്നത്? കർത്താവ് കരുണയോടെ കൈ നീട്ടി ആ മുറിഞ്ഞുപോയ ചെവി സൗഖ്യമാക്കി. ആ കർത്താവ് ഈ 16 മനുഷ്യ ജീവനെ കുരുതി കൊടുത്തുകൊണ്ട് ഉയർക്കത്തില്ല. താനാ കല്ലുരുട്ടി മാറ്റിയിട്ട് ഉയർത്തെഴുന്നേറ്റാൽ ഇവരുടെ ജീവൻ നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ ആ മുദ്ര അവിടെ അതേ ഇരിക്കുന്നത്. ആ മുദ്ര കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷപ്പെടും. അവിടെയാണ് അത്ഭുതകരമായി അവൻ ഉയർത്തത്. ഇപ്പൊ പിതാക്കന്മാർ ഇത് എഴുതി വെച്ചിരിക്കും, ഇത് 3 കൂടെ കണക്ട് ചെയ്തിരിക്കുക. കന്യകയുടെ വ്രതമുദ്ര ഭംഗം വരാതെ അവൻ ജാതനായതും റോമൻ മുദ്ര പൊട്ടിക്കാതെ അവൻ ഉയർത്തതും. ഈ 2 സംഭവത്തെ കൂടെ മൂന്നാമതൊരു സംഭവത്തെ കൊണ്ട് കണക്ട് ചെയ്തിട്ട് പ്രൂവ് ചെയ്യുക. മൂന്നാമത് പറയാണ്, കതകുകൾ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ കതക് തുറക്കുകയോ തകർക്കുകയോ ചെയ്യാതെ ആ മുറിക്കകത്ത് കടന്നുവന്ന് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ യഹൂദന്മാരെ ഭയന്ന് അകത്തിരുന്ന ശിഷ്യന്മാർ കതക് അടച്ചിരിക്കുമ്പോൾ തന്നെ അവൻ അകത്തു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എന്ന സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ 1000 സ്തോത്രം പറയണം. പരിശുദ്ധ അമ്മയുടെ കന്യകാ വ്രതമുദ്രയെയും കർത്താവിന്റെ അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയുമാണ് ആ സംഭവം അടിവരയിട്ട് ഉറപ്പിക്കുന്നതെന്ന് സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ സ്തോത്രം ചെയ്യണം. ഓരോ ദിവസത്തെയും വായനാഭാഗങ്ങൾ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വായനാഭാഗങ്ങൾ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഗ്രൂപ്പിൽ ഡെയിലി റീഡിങ് ഇടണമെന്ന് പറഞ്ഞിട്ട് അതിനെ
ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജസലിൻ ബ്രദർ എന്ന് പറഞ്ഞ നമ്മുടെ ജസലിനെയാണ്. പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു, പുള്ളി മിക്കവാറും അങ്ങ് മറന്നുപോകും. ഇന്നും ഇട്ടിട്ടില്ല, ഇന്നലെ ഇട്ടിട്ടില്ല, മിനിഞ്ഞാന്ന് ഇട്ടായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ വിളിച്ച് പറയുമ്പോഴാണ് പുള്ളി ഇടുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? ഇട്ടിട്ടില്ല ഇന്ന്. ഇപ്പം ഇന്നത്തെ വായനഭാഗം വളരെ വിശേഷപ്പെട്ട വായനഭാഗങ്ങളാണ്. അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങൾ ആ ഡെയിലി റീഡിങ് വായിക്കണം. എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ വായനാ ഭാഗത്തിൽ നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ ഒരു വായനാ ഭാഗമുണ്ട്. ആദ്യം അത് വായിക്കാം. ഹേവോറ ബുധനാഴ്ചയുടെ വായനാ ഭാഗങ്ങൾ. യോശുവ 2:1 മുതൽ 6 വരെ. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടി. എരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു, നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവരുടെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽക്കൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവിൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിന് മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. നമുക്ക് ഈ സംഭവം അറിയാം. റാഹാബ് എന്ന വേശ്യ എബ്രായ ലേഖനം 11 ഗാലറി ഓഫ് ഹീറോസ്, വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ അതിനകത്ത് റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു എന്നെഴുതിയിട്ടുണ്ട്. റാഹാബ് ഇപ്പം നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ നുഴഞ്ഞു കയറുകയാണ്. പട്ടണത്തിലേക്ക് നുഴഞ്ഞു കയറി അതിൻ്റെ ബലഹീനതകളെ ഒറ്റുനോക്കുകയാണ്, എരിഹോവിനെ തകർക്കുക. സത്യത്തിൽ ഇതൊരു മുൻകുറിയാണ്. കർത്താവ് പാതാളത്തിലേക്ക് കടന്നു ചെന്ന് പാതാളത്തെ തകർക്കുകയും പാതാള ഗോപുരവാതിലുകളെ തകർക്കുകയും എല്ലാ ബന്ധിതരെയും സ്വതന്ത്രരാക്കുകയും ചെയ്തു. അതെ, അതിന്റെ മുൻകുറിയായിട്ടാണ് നമ്മൾ ഈ കോട്ടകളെ തകർക്കുന്നത്, പട്ടണങ്ങളെ പിടിച്ചെടുക്കുന്നത്, പട്ടണങ്ങളെ തീ വെച്ച് നശിപ്പിക്കുന്നത്, ഇതെല്ലാം കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് മരണത്തിന്റെ ആധിപത്യത്തെ കർത്താവ് തകർത്തു. മരണത്തിന്റെ ആധിപത്യത്തെ കർത്താവ് തകർത്തു. പാതാളമെന്ന നഗരത്തെ കർത്താവ് കൊള്ളയടിച്ചു. ഇപ്പൊ പഴയ ദിവസം നമ്മൾ കാണുന്ന മുഴുവൻ നഗരങ്ങളെ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി, കൊള്ളയടിച്ചു, തീ വെച്ചു, കൊള്ള മുതൽ പങ്കുവച്ചു, സന്തോഷിച്ചു. പക്ഷെ സ്പിരിച്വലി ആണ് അത് ഫുൾഫിൽ ആയത്. ഇപ്പൊ കർത്താവ് വന്നിട്ട് വലിയൊരു കൊള്ള നടത്തും എന്നോർത്താണ് യഹൂദന്മാരിരുന്നത്. എന്ന് പറഞ്ഞാൽ മശിഹ വന്നു കഴിയുമ്പോൾ വ്യാപകമായി ആ ദേശം എല്ലാം നശിപ്പിക്കും, കൂട്ടക്കുരുതി നടത്തും, എല്ലാവർക്കും പകരം ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. പക്ഷേ കർത്താവ് ഒരു മനുഷ്യന്റെയും പ്രാണനെ നശിപ്പിക്കാനല്ല വന്നത്, മറിച്ച് പ്രാണങ്ങളെ രക്ഷിപ്പാനാണ് വന്നത്. അപ്പൊ ശരിക്കും ഇവർക്ക് സുവിശേഷം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ട്രൂ ഗോസ്പൽ എന്താണ്? മനുഷ്യന് ജീവൻ നൽകുക. അതുകൊണ്ട് നിന്റെ ജീവദായകമായ പുനരുത്ഥാനം എന്ന് നമ്മൾ വായിക്കുന്നത്.
അപ്പം ഞാൻ ആ ട്രേഡിഷനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ട്രേഡിഷൻ്റെ പ്രത്യേകത, ആ ട്രേഡിഷനിൽ ബൈബിളിലുണ്ടോ എന്ന് പലരും ചോദിക്കും. ഇപ്പം മനസ്സിലായില്ലേ ബൈബിളിൻ്റെ അപര്യാപ്തത എന്താണ്? അപ്പം നമ്മൾ ഈ സുവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ ഇതിനകത്ത് ഈ ഏത് ഭാഗം വായിക്കേണ്ടി നോക്കുക. അപ്പം നമ്മൾ അടുത്ത സെദ്രയുടെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അടുത്ത ദിവസം സെദ്ര. അപ്പം ഞാൻ പറഞ്ഞത് ബിബ്ലിക്കൽ ന്യൂമറോളജി അല്ലെങ്കിൽ വേദപുസ്തക സംഖ്യാശാസ്ത്രം. വേദപുസ്തക സംഖ്യാശാസ്ത്രത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ ഓരോ ദിവസവും ഓരോന്ന് വായിക്കുന്നത്. അടുത്ത ദിവസത്തെ നമുക്ക് വായിക്കാം. നിങ്ങൾ ഈ സെദ്രകൾ ഈ 20 ഹെവോറ ആഴ്ചയുടെ സെദ്രകൾ വായിച്ചു നോക്കാം. സെദ്രകൾ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ആഴ്ചയുടെ 7 ദിവസത്തെ സെദ്ര PDF തരാം, ചോദിച്ചാൽ മതി. അപ്പം അത് വായിക്കുമ്പോൾ 1-ാം ദിവസം 1-നെ-കുറിച്ച്, 2-ാം ദിവസം 2-നെ-കുറിച്ച്, 3-ാം ദിവസം 3-നെ-കുറിച്ച്, 4-ാം ദിവസം 4 എന്ന സംഖ്യയുടെ പ്രത്യേകതകൾ, 5-ാമത്തെ ദിവസം 5 എന്ന സംഖ്യയുടെ പ്രത്യേകതകൾ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ ദിവസം അതാത് നിറത്തിലുള്ള പാട്ടുകൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, ഇതിനകത്ത് എന്താണ് ഇത്ര ആത്മീകമായിട്ട് ഉള്ള കാര്യങ്ങൾ, ഇതുകൊണ്ട് എന്താണ് വിശേഷം? ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ഇതെല്ലാം വേർതിരിക്കുകയാണ്, രണ്ടായിട്ടാണ് കാണുന്നത്. അതൊക്കെ ആത്മീകം, ഇതൊക്കെ ഭൗതികം. അതൊരു വെസ്റ്റേൺ കാഴ്ചപ്പാടാണ്, പാശ്ചാത്യ കാഴ്ചപ്പാടാണ്, ഡിവിഷനാണ്, സെപ്പറേഷനാണ്. പക്ഷേ പൗരസ്ത്യ കാഴ്ചപ്പാട് യൂണിയനാണ്. അപ്പൊ മനുഷ്യന്റെ ചലനങ്ങളും മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും അവന്റെ അനുമാനങ്ങളും നിഗമനങ്ങളും ഇതെല്ലാം തന്നെ ഒരുമിച്ച് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് സുറിയാനി സഭയുടെ ഒരു പിതാവായിരുന്നു ബാറബ്രായ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ആത്മീകമെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന തരത്തിലുള്ള ആത്മീകം മാത്രമല്ല, ഗണിതശാസ്ത്രവും ചരിത്രവും തത്വശാസ്ത്രവും എല്ലാം എഴുതുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ വൈജ്ഞാനിക മേഖലകളും ഇൻകോർപ്പറേറ്റഡ് ആയിട്ടാണ്. അതാണ് സഭയുടെ വിശ്വാസം. അല്ലാതെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ആ തരത്തിലുള്ള കുറെ സ്തുതികളും പ്രാർത്ഥനകളും മാത്രമായിട്ട് ആത്മീക ജീവികൾ എന്ന നിലയ്ക്ക് അത് ആത്മീകം, മറ്റേത് ശാസ്ത്രം, ഇത് ഫിലോസഫി, ഇത് ഭൗതികം, അങ്ങനെ വേർതിരിവില്ല. ട്രൂ സ്പിരിച്വാലിറ്റിയിലില്ല. അത് ഓതന്റിക് ആയിട്ടുള്ള സുറിയാനി സഭയുടെ സ്പിരിച്വാലിറ്റിയിൽ അതില്ലായിരുന്നു. അതാണ് ഓതന്റിക് ക്രിസ്ത്യാനിറ്റി. എന്നാൽ പാശ്ചാത്യ ക്രിസ്തീയത ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ വൈകല്യം കൊണ്ടാണ് ബ്രൂണോ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ വെറുക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തത്. ഗലീലിയോയെ ഉപദ്രവിച്ചത് ക്രിസ്ത്യാനികളല്ല, ഗലീലിയോയെ ഉപദ്രവിച്ചത് പാശ്ചാത്യ സുവിശേഷമാണ്.
പാശ്ചാത്യ സുവിശേഷം എന്ന പാഷണ്ഡത സെപ്പറേഷന്റെയാണ്. അത് സെപ്പറേഷനാണ്. ഇത് സ്പിരിച്വൽ, അത് മെറ്റീരിയൽ. സെപ്പറേഷനാണ്. പൗരസ്ത്യ സുവിശേഷം, പൗരസ്ത്യ ദർശനം യൂണിയനാണ്. സുറിയാനി സഭയുടെ തനത് രൂപം യൂണിയനാണ്, സെപ്പറേഷൻ അല്ല. ഇത് നിങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ആ സെപ്പറേഷൻ എന്ന വികലമായ ദർശനം, അതുകൊണ്ടാണ് അവർ ശാസ്ത്രജ്ഞന്മാരെ ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞപ്പോൾ കൊല്ലാനും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ സുറിയാനി സഭ അങ്ങനെയല്ല. പക്ഷേ അത് എത്ര പേർ മനസ്സിലാക്കുന്നു എന്നറിയത്തില്ല. അതുകൊണ്ടാണ് ബാറബ്രായ സകല മേഖലകളിലും ഗ്രന്ഥങ്ങൾ എഴുതിയത്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ ആ സ്റ്റഡി നടത്തുന്നതാണ് നല്ലത്. നിങ്ങൾ പോയിട്ട് ബാറബ്രായ എന്തെല്ലാം വിഷയങ്ങളാണ് പഠിച്ചത്, എന്തെല്ലാം വിഷയങ്ങളാണ് പുസ്തകം എഴുതിയെന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സുറിയാനി സഭയുടെ ദർശനം എന്താണ്. അതായത് മനുഷ്യന്റെ വിജ്ഞാനം, ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്, ഇപ്പൊ ദൈവത്തെ സ്തുതിക്കുക, പാട്ട് പാടുക, അതൊക്കെ ആത്മീകം. മറ്റേതൊക്കെ ഒത്തിരി ആളുണ്ട്. ചില ആളുകൾ ചോദിക്കും, ആത്മീക ജീവിതമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അവൻ ആത്മീകനേ അല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ആത്മീക ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമില്ല. ആത്മീക ജീവിതമുള്ളവനെ സൂക്ഷിക്കണം, അവനിൽ നിന്ന് അകന്നു മാറിക്കണം. കാരണം അവനൊരു ലൗകിക ജീവിതമാണ്. അപ്പൊ ആത്മീക ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തെറ്റായ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ്. അത് സെപ്പറേഷനാണ്. കാരണം ആത്മീക ജീവിതം ഒന്ന്, ഭൗതിക, ഇപ്പൊ കുടുംബജീവിതം ഒന്ന്, ഔദ്യോഗിക ജീവിതം ഒന്ന്. ഔദ്യോഗിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇയാള് കോടതി വക്കീലാണെങ്കിൽ ചെന്ന് കോട്ടിട്ടു, അപ്പൊ ഔദ്യോഗിക ജീവിതമായി. ഡോക്ടറാണെങ്കിൽ ആശുപത്രി ചെന്ന് കോട്ടിട്ടു, അപ്പൊ ഔദ്യോഗിക ജീവിതമായി. പോലീസുകാരനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവന് യൂണിഫോം ഇട്ട്, ഔദ്യോഗിക ജീവിതമായി. അവന്റെ കുടുംബജീവിതം വേറെ. അതുപോലെയാണ് ചില ആളുകൾ ആത്മീക ജീവിതം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ ആത്മീക ജീവിതമാണ്, വെള്ളിയാഴ്ച 2 മണിക്കൂർ ആത്മീക ജീവിതമാണ്, ബാക്കി സമയത്ത് ലൗകിക ജീവിതം അല്ല. ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതം. അല്ലാതെ ആത്മീക ജീവിതം ലൗകിക ജീവിതം എന്ന് വേർതിരിക്കുന്നത്, അതാണ് സെപ്പറേഷൻ കാഴ്ചപ്പാടാണ്. എല്ലാം സെപ്പറേറ്റ് ചെയ്യാണ്. പക്ഷേ സുറിയാനി സഭയുടെ ദർശനത്തിൽ അങ്ങനെ സെപ്പറേഷനിൽ ഒറ്റ ജീവിതമാണ്. അതുകൊണ്ടാണ് ഈ പാട്ടിനകത്തും പ്രാർത്ഥനയ്ക്കകത്തും മനുഷ്യന്റെ വ്യവഹാരങ്ങൾ, അവന്റെ അധ്വാനങ്ങൾ, ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്താ പറയുന്നത്. കൊല്ലും നഞ്ചിവിയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ 7 ദിവസവും 24 മണിക്കൂറും ഒരേ ടൈം. 7 ദിവസവും 24 മണിക്കൂർ ഒറ്റക്കാല കൈവെക്കുന്ന കർത്താവ് സ്വോത്ര അങ്ങനെ നിൽക്കണമെന്നല്ല നമ്മുടെ അനുദിന ജീവിതം. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും, കഴിച്ചാലും, കുടിച്ചാലും, whatever you do, പൗലോസ് പറയാം, 1:10-31 എൻ്റെ ഓർമ്മ. നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുക, കർത്താവിന്റെ മഹത്വത്തിനായി ചെയ്യുക. അടുത്തത്, ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാർക്ക് എന്ന പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിന് എന്ന പോലെ ജോലി ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൗതിക വേല എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത്, സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടുപോകുന്ന ആ വേലയുണ്ടല്ലോ, അത് കർത്താവിനുള്ള വേലയാണെന്ന് വളരെ വ്യക്തമായി പൗലോസ് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഞാനിത് സുറിയാനി സഭയുടെ ഉപദേശം എന്ന് പറയുമ്പോൾ അത് തന്നെയായിരുന്നു പൗലോസ്ലിയുടെ ഉപദേശം. കാരണം പൗലോസ്ലി 1ാം തരം സുറിയാനിക്കാരനായിരുന്നു, അന്ത്യോക്യ സഭയുടെ പയ്യനായിരുന്നു. അവൻ അന്ത്യോക്യ 2 പിള്ളേർ റോമിലോട്ട് പോയത്, പൗലോസും പത്രോസും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി സഭയുടെ ഒറിജിനൽ ഉപദേശമാണ്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവി. അതാണ് ദാവീദ് പറഞ്ഞത്. ഞാൻ എവിടെ പോയാലും നീ അവിടെ ഉണ്ടല്ലോ കർത്താവേ. ഞാൻ ഉഷസിന്റെ ചെറുത് ധരിച്ച് ഇങ്ങനെ പറന്ന് ദൂരെ പോയി, അവിടെ നീയുണ്ട്. ഞാനിനി പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാൽ അവിടെ നീയുണ്ട്. അല്ലെ, ഞാൻ എവിടുന്നാ നിന്നിൽ നിന്ന് മാറുന്നേ? കർത്താവിൽ, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. പൗലോസ് പറയാണ്, പ്രസംഗ അവൻ ഏതൻസ് പ്രസംഗിക്കുക പറയാം, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ, നമ്മുടെ അധ്വാനങ്ങൾ, അപ്പൊ ദൈവം മനുഷ്യനോട് കണ്ടിന്യൂസ് ആയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ചിന്തിക്കുന്ന വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞതോടുകൂടെ ദൈവത്തിന് മനുഷ്യനോടുള്ള ഇടപാട് തീർന്നതെന്നോ,
ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, പ്രോഗ്രസീവായിട്ട് റെവലേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു, മനുഷ്യവർഗം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ശാസ്ത്രീയമായിരിക്കുന്ന പുരോഗതി മനുഷ്യനുണ്ടാകുന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകും, എങ്കിലും എൻ്റെ വചനങ്ങൾ ഒരു നാളും കടന്നു പോകുകയില്ല. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഒരു സമവാക്യമായി E=mc². E=mc² എന്ന് പറഞ്ഞാൽ അത് ചൈനയിൽ കറക്റ്റ് ആണ്, അത് തന്നെയാണ്. ചൈനക്കാർ പറയാം എന്നാ പിന്നെ E=mc³ ആണോ. അമേരിക്കയിലും E=mc², യൂറോപ്പിലും E=mc² ആണ്, ഇന്ത്യയിലും E=mc². അപ്പൊ E=mc² എന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയതാണോ? അല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ അത് കണ്ടെത്തി. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന് മുമ്പ് E=mc² അല്ലായിരുന്നോ? ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചതോടുകൂടെ E=mc² അല്ലാതെ ആയോ? ഇല്ല. ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാലും E=mc² ആവുമോ? അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ആരുടേതാണ്? ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകത്തില്ല. അപ്പൊ അതൊരു ദൈവവചനമാണ്. ആ ദൈവവചനം ആർക്ക് വെളിപ്പെട്ടു? ഐൻസ്റ്റീൻ വെളിപ്പെട്ടു. ആര് വെളിപ്പെടുത്തി? ദൈവം വെളിപ്പെടുത്തി. നിങ്ങൾ അങ്ങനെ വേണം ഇത് മനസ്സിലാക്കാൻ. കാരണം ദൈവം സംസാരം നിർത്തിയിട്ട് മിണ്ടാതെ എങ്ങാണ്ട് പോയി. ദൈവം എവിടെയെന്നൊക്കെ ചോദിച്ചു ചില മണ്ടന്മാർ ഇതുവഴി നടപ്പുണ്ട്, യുക്തിവാദികളുടെ. ദൈവം സംസാരിക്കുന്നത് എപ്പോഴും പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അല്ലാതെ ആട്ടിടയന്മാർ മുട്ടാൻ നിന്ന് ഓ ഗ്ലോറിയാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയല്ല. അവർ ആടിന്റെ പ്രയർ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം ചെന്നിച്ച് പറഞ്ഞു. കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ടിരിക്കുക ആമോസ്. അവിടെ ചെന്നിച്ച് ആമോസിനെ വിളിച്ചു. ആമോസ് ആണ് ഒത്തിരി എതിരൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ കാട്ടത്തിപ്പഴം പെറുക്കുന്നതിനാണ്, സാരമില്ല നീ പോരാൻ പറഞ്ഞു. വേറെ തന്നെ ഇങ്ങനെ ഈ 12 കാളെ പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എലീഷ. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെ പൂട്ടുക. 11 ജോലിക്കാരും മുതലാളിയും കൂടെ ഇറങ്ങി പണിയുന്ന മുതലാളിയായിരുന്നു, അല്ല AC കാത്തിരിക്കുന്ന മുതലാളിയല്ല. എലീഷ നല്ല കൃഷിക്കാരനാണ്. 12 കാള എന്ന് പറഞ്ഞാൽ 24 കാളയായിട്ട് പൂട്ടി എഴുതുകൊണ്ടിരിക്കുക, വലിയ കൃഷിക്കാരനായിരുന്നു. അവിടെ ചെന്നിട്ടാണ് ഏലിയാവ് വിളിച്ചത്. ആടിനെ വെച്ചുകൊണ്ടിരുന്ന മോശ അല്ല, ഒറ്റക്കാലം നിന്ന് വെച്ച് ഹല്ലേലൂയ 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 ഹല 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 ഇങ്ങനെ നിൽക്കുമെന്നല്ലായിരുന്നു മോശ. മീൻ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു പത്രോസും ഒക്കെ. അല്ല, അമ്പു പെരുന്നാൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴല്ലോ പത്രോസിനെ വിളിച്ചത്. എന്നുവെച്ചാൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതങ്ങളിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്, ഇടപെടുന്നത്. അല്ല, ഞങ്ങൾ ആത്മീയരാന്ന് പറഞ്ഞ് വേഷം കെട്ടി എവിടെയെങ്കിലും കുന്നുപുറത്ത് പോയിരിക്കും, അവിടെയൊന്നും അല്ല. ദൈവം ഇടപെടും. ദൈവം ഇടപെടുന്ന മനുഷ്യന്റെ കൂടെയാണ്. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നിങ്ങളിത് മനസ്സിലാക്കണം. അല്ലാതെ ദൈവം തമ്പുരാൻ വേറെ മനുഷ്യനില്ലാത്തടത്ത് പോയിരിക്കുകയല്ല, ചില മുഖംമൂടിക്കാരുടെ കൂടെ ഒന്നുമല്ല ദൈവം ഇരിക്കുന്നത്. മനുഷ്യന്റെ അനുദിന ജീവിതത്തിൽ ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതോട് കൂടെയാണ് ദൈവം നിൽക്കുന്നത്. കർത്താവിന് വേണ്ട യെരൂശലേം ദേവാലയത്തിന്റെ ആൾക്കാർ പോയി ഇങ്ങനെ ഹാലേലൂയ ഇങ്ങനെ. കർത്താവ് അവിടെ ഒന്നുമില്ലായിരുന്നു. കർത്താവ് വേശ്യകളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും അധ്വാനിക്കുന്നവരുടെ കൂടെയും ഭാരം ചുമക്കുന്നവരുടെ ഒക്കെ നടക്കുക. അപ്പൊ ദൈവം ഇന്നും ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യന്റെ ജീവന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ദർശനങ്ങളും ആലോചനകളും ദൈവം മനുഷ്യന് കൊടുത്തോണ്ടായിരിക്കുന്നത്. ജ്ഞാനം ദൈവമാണ് മനുഷ്യന് ജ്ഞാനം കൊടുക്കുന്നത്. ബിക്കോസ് there is only one God and there is only one mediator. ഇത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവവചനമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ പലതായിട്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സെതറാകൾ വായിക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് ആത്മീയം എന്ന് വെച്ചാൽ മനുഷ്യ ജിജ്ഞാസയെ ഉണർത്തുവാൻ, സംഖ്യാപരമായി അവൻ്റെ അരിത്തമറ്റിക് മൈൻഡിനെ ഉണർത്തുകയാണ്. ഇപ്പം ഈ സെതറ വായിച്ചു കഴിയുമ്പോഴേക്കും ആളുകൾ എന്ത് ചെയ്യാണ്? അവൻ്റെ ഒരു ഗണിതശാസ്ത്ര ബോധം ഉണരുക, അരിത്തമെറ്റിക് മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക. അതിനെ പിതാക്കന്മാർ അങ്ങനെ എഴുതി വെച്ചിരിക്കും. അല്ല, ഇത് ഞാനിപ്പോൾ ഈ സദറ വായിക്കാൻ പോവാണ്. ബുധനാഴ്ചയുടെ സദറയാണ്.
അതിശയനീയനും അവർണ്ണനീയനും മഹനീയനും അറുതിയില്ലാത്തവനും പരാക്രമനുമായ ദൈവവും 4 മുഖങ്ങളുള്ള രഥത്തിന്മേൽ മഹിമപ്പെട്ട് ബഹുമാനിക്കപ്പെടുന്നവനും തന്റെ നിത്യതയുടെ മഹിമയ്ക്കായി 4 മൃഗങ്ങൾ അതിൽ പൂട്ടപ്പെട്ടിരിക്കുന്നവനും സകല സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശവുമായവന് സ്തുതി. അതിൽ നിന്നും ഉത്തമവും പൂർണ്ണവുമായ ദാനങ്ങൾ സൃഷ്ടിയിലേക്ക് ഒഴുകുന്നു. ഇതാണ് ഒരു പക്ഷേ സത്യത്തിൽ ഈ സദറകളൊന്നും നമ്മളെ സാധാരണ കേൾക്കാറില്ല. കാരണം ഹെവറാഴ്ച ബുധനാഴ്ച അങ്ങനെ ഒരു ശുശ്രൂഷ ഇപ്പൊ ലോക്ക്ഡൌൺ അല്ലേ പോലും സാധാരണ പള്ളികളിൽ നടക്കാറുമില്ല, ആളുകൾ ചെയ്യാറുമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയാണ്, ഓരോ ദിവസത്തെ ഓരോന്നാണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നു. ഒരു സുറിയാനിക്കാരൻ്റെ പറഞ്ഞു. കാരണം പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പുള്ളി പറയാ ഇതെല്ലാ ദിവസവും ഒന്നാ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർത്ത്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇതാ കുഴപ്പം. കാരണം ഈ ആമുഖമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ഈ സുറിയാനിയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെയിം ആയിരിക്കും. ആകയാൽ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു എന്നൊക്കെ പറയുന്ന, അപ്പൊ അതിന് തത്തുല്യമായി സുറിയാനിലൊക്കെ അച്ഛന്മാര് പറയും ഇതെല്ലാം സെയിമാ. ഇപ്പൊ ഈ ഇടയ്ക്ക് വായിക്കുന്ന ഈ സദറാകൾ ഓരോ ദിവസം ഓരോന്നാ വായിക്കുന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂം കോൺഫറൻസിൽ ഇരുന്ന് പറയാണ്, ഞാൻ അറിഞ്ഞില്ല ഇതെല്ലാം വ്യത്യസ്തം, ഇതെല്ലാം ഒന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ വായിക്കുന്നത്. 4 പറ്റിയുള്ള കുറെ കാര്യങ്ങളാണ്. അതിൽ നിന്നും ഉത്തമവും പൂർണ്ണവുമായ ദാനങ്ങൾ സൃഷ്ടിയിലേക്ക് ഒഴുകുന്നു. അവർണ്ണനീയമായ പ്രഭയെ കൊണ്ടുവരുന്നതും സൃഷ്ടിക്കപ്പെട്ടവയെ ജ്വലിപ്പിക്കുന്നതും ബോധനീയങ്ങളും ബോധനീയങ്ങളല്ലാത്തവയുമായ സകലവും അതിൽ നിന്ന് ധന്യമായി തീരുന്നു. 4-ാം ദിവസം നിന്റെ കർത്തൃകൽപ്പനയാൽ വലിയ പ്രകാശഗോളങ്ങളെയും പല അളവിൽ വിവിധങ്ങളായ നക്ഷത്ര നിരകളെയും ക്രമപ്പെടുത്തി ചലിക്കുന്ന ചക്രങ്ങളുടെ ചക്രം വഴിയായി സകല പ്രകാശഗോളങ്ങളുടെയും മേൽ രാജാവായി നീ വലിയ സൂര്യനെ നിയമിച്ചു. 4-ാം ദിവസം പക്ഷമായിരിക്കാനായി ചന്ദ്രനെ സൃഷ്ടിച്ചു. മൃഗങ്ങളെ പോലെയും വൃക്ഷങ്ങളെ പോലെയും അളവിൽ പൂർണ്ണതപ്പെട്ട മനുഷ്യനെ പോലെയും തന്നെ രാജാവായ സൂര്യനിൽ നിന്ന് അത് പ്രകാശം കൈക്കൊള്ളുന്നു. 4-ാം ദിവസം 4 ഭാഗങ്ങളും പേർ ചൊല്ലി വിളിക്കപ്പെട്ടു. സ്വഭാവ വിരുദ്ധമായ ചതുർഭൂതങ്ങളിൽ നിന്നും, അതായത് വെള്ളം, മണ്ണ്, ഓയ, റത്നി എന്നിവയാൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സുറിയാനി സഭയുടെ ഇതിൽ പറയുന്ന ചതുർഭൂതങ്ങൾ കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെന്നാണ്. നമ്മുടെ ഭാരതീയ തത്വചിന്തയിൽ പഞ്ചഭൂതങ്ങളാൽ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. പഞ്ചഭൂത നിർമ്മിതമാണ് മനുഷ്യൻ എന്നാണ് പഞ്ചഭൂതങ്ങൾ. നമ്മുടെ ഫിലോസഫിയിൽ ചതുർഭൂതങ്ങളാണ്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ വെള്ളം, മണ്ണ്, ആകാശം, അഗ്നി, ഈ 4 ചതുർഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചതുർഭൂത നിർമ്മിത പുരുഷൻ എന്നാണ് സുറിയാനി സഭ പറയുന്നത്. ഭാരതീയ ദർശനത്തിൽ പഞ്ചഭൂതമാണ്. ഭൂമിയുടെ 4 അറുതികളിൽ നിന്നും അവനെ മെനയുവാൻ പരിശുദ്ധങ്ങളായ തൃക്കരങ്ങളിൽ മണ്ണെടുത്തു. തന്റെ ശ്രേഷ്ഠതയുടെ മഹനീയ രൂപത്തിൽ അവനെ ഉണ്ടാക്കുകയും ഏക സ്വഭാവം അവനിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ചതുർഭൂതങ്ങളാൽ ലോകം നിലനിൽക്കുന്നു. 4 യാമങ്ങളായി പകലിന്റെയും രാത്രിയുടെയും നാഴികകളെ ഭാഗിക്കുന്നു. ഓരോ യാമവും 3 മണിക്കൂർ വീതം. പകലിന് 4 രാത്രിക്ക് 4 യാമങ്ങൾ അത്രേ. ഒരു യാമം 3 മണിക്കൂർ, 4 യാമം 12 മണിക്കൂർ. പകലിന് 4, രാത്രിക്ക് 4. സൂര്യനെ നയിക്കുവാൻ 4 കാറ്റുകളെ കൽപ്പിച്ചാക്കി. ഒന്ന് കിഴക്കിനടുത്തായ ആക്കീസ് എന്ന കിഴക്കൻ കാറ്റ്, അതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 2ാമത്തേത് മായാസീസ് എന്ന പടിഞ്ഞാറൻ കാറ്റ്. 3ാമത്തേതോ ബാറൂസ് എന്ന വടക്കൻ കാറ്റ്, അത് അതിനെ നേരെ നയിക്കുന്നു. കാത്യൂസ് എന്ന തെക്കൻ കാറ്റ് അതിനെ താങ്ങി നിർത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കി, ഇതൊരു പ്രയറാണ്. ഇതാണ് ഈ ഈണത്തിൽ വായിക്കുന്നത്. ഈ സഭയുമായിട്ട് ബന്ധമില്ലാതെ പുറത്തു നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കി എന്താ അവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് എന്ന് പറഞ്ഞാൽ സഭാ മക്കളെ അന്ന് മനുഷ്യനുണ്ടായിരുന്ന അറിവിന്റെ നിലവാരത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് സുറിയാനി സഭ, അതാണ് സുറിയാനി സഭയ്ക്കകത്തും ഇത് സ്റ്റാഗ്നേറ്റഡ് ആയിപ്പോയി. സ്റ്റാഗ്നേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്തംഭിച്ചു. 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സെദ്രായ്ക്ക് ശേഷം പുതിയ സെദ്രാകൾ എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ ആ പാറ്റേണിൽ ഇന്ന് സെദ്രാകൾ എഴുതപ്പെട്ടാൽ ഇന്ന് എഴുതപ്പെടുന്ന സെദ്രാകളിൽ എന്തു വരും? ഇന്ന് എഴുതപ്പെടുന്ന സെദ്രാകളിൽ സ്വിറ്റ്സർലൻഡിലെ സേണിലെ പരീക്ഷണശാലയിൽ നടക്കുന്ന
ദൈവഗണ പരിവേഷണത്തെ പറ്റി എഴുതും. എന്നെ കേൾക്കുന്ന നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റഡ് സയൻസ്, മോളിക്കുലാർ ബയോളജി ആണെങ്കിലും ജനറ്റിക് സയൻസ് ആണെങ്കിലും മൈക്രോബയോളജി അല്ലെങ്കിൽ നാനോ ടെക്നോളജി, ഇതിനകത്തുള്ള കാര്യങ്ങൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്രീയ നേട്ടങ്ങളെയും എന്തിനകത്ത് ഉൾപ്പെടുത്തണം? സെതറായിക്കകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ ഫ്രെയിം ചെയ്ത് അൾത്താരയിൽ വെച്ചിട്ട് പാശ്ചാത്യ സുവിശേഷത്തിന്റെ വഞ്ചനയിൽപ്പെട്ടു. സുറിയാനി സഭയുടെ ദർശനമനുസരിച്ച് സഭ ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. അത് സ്റ്റാറ്റിക് ആകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അപ്പൊ അത് സ്റ്റാറ്റിക് ആണ് എന്നുള്ളൊരു വാദം കൊണ്ടുവന്നപ്പോഴാണ് ഈ യുക്തിവാദവും നിരീശ്വരവാദവും സ്വതന്ത്രവാദവും വെല്ലുവിളികൾ ഉയർത്തുന്നത്. ഡൈനാമിക് ആണ് സുറിയാനി സഭ. ഡൈനാമിക് ആയിരുന്നു. അപ്പൊ അതിന്റെ സുവർണ കാലഘട്ടം ഞാൻ പറഞ്ഞപ്പോ 12-ാം നൂറ്റാണ്ട് വരെയും അത് ഡൈനാമിക് ആയിരുന്നു. 12-ാം നൂറ്റാണ്ട് വരെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരുന്നു. സുറിയാനി സഭയുടെ മദ്ബഹായിൽ സ്ത്രീകൾ ശുശ്രൂഷിച്ചിരുന്നു എന്നാന്ന് നിങ്ങൾക്കറിയാവോ? 12-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ. പിന്നീട് ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അതെല്ലാം മാറിയത്. കഴിഞ്ഞിടയ്ക്ക് ഒരു മാർത്തോമ സഭയുടെ മദ്ബഹായിൽ ഒരു സ്ത്രീ നിൽക്കുന്നതിന് വലിയ കോലാഹലവും ഭൂകമ്പം ഉണ്ടായി. പാരമ്പര്യവാദികൾ അല്ലെങ്കിൽ അതിന് വേറൊരു വാക്ക് നമ്മൾ പറയുമല്ലോ, യാഥാസ്ഥിതിക വിഭാഗം അലറി വിളിച്ചു, ആണ്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത്. 12-ാം നൂറ്റാണ്ട് മുമ്പ് സുറിയാനി സഭയുടെ മദ്ബഹായിൽ സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾ അത്ര മോശക്കാരൊന്നുമല്ല. സ്ത്രീയാണ് ആദ്യം ഉയർപ്പ് കണ്ടത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ മഗ്ദലന മറിയമാണ്, അവളാണ് ആദ്യം ഉയർപ്പ് കണ്ടത്. അതുകൊണ്ടാണ് സഭയിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തിരശ്ശീല മാറിപ്പോകും. അപ്പൊ യുക്ത എന്ന് പറഞ്ഞാൽ ആ ഒരു പാരമ്പര്യമാണ് ഇന്ന് നിലനിന്നിരുന്നെങ്കിൽ ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇന്ന് ആധുനിക സമൂഹത്തിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു സഭയായിട്ട് ഈ സഭ നിന്നേനെ. ലോകം വിസ്മയിച്ചേനെ, ആദരിച്ചേനെ, അത്ഭുതപ്പെട്ടേനെ. മറിച്ച് നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ ഇസ്ലാമിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന പാരമ്പര്യ വരട്ടു തത്വാദത്തെ എല്ലാം ഏറ്റെടുത്ത് നമുക്കും അതാണ് ഇൻഫിൽട്രേഷൻ സംഭവിച്ചു, കറപ്റ്റഡായി. അപ്പൊ ഇത് നിങ്ങൾ വായിക്കുക. ഇപ്പൊ ഈ സദായിക്കകത്ത് ഇത് നമ്മുടെ കൺവെൻഷണൽ കൺസെപ്റ്റിലുള്ള സ്പിരിച്വാലിറ്റി അല്ല ഇവിടെ. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവന് ശാസ്ത്രബോധമുണ്ടാകണം. അപ്പൊ അന്ന് നിലവിലിരുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സെതറ. അപ്പൊ ഇന്ന് സെതറ അപ്ഡേറ്റ് ചെയ്താൽ ഇന്നത്തെ ശാസ്ത്രീയ സത്യങ്ങൾ ഉൾപ്പെടുത്തി സെതറ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ സെതറകൾ പുതിയ എഴുതണമെന്നല്ല എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ആ ഒരു പാറ്റേണിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ശാസ്ത്രവും സഭയും ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് സഭയും ശാസ്ത്രവും പരസ്പര പൂരകങ്ങളാണ്. കത്തോലിക്ക സഭയ്ക്ക് ഇടക്കാലത്ത് അതിൽ ഒരു പിഴവ് പറ്റി. അതിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോടും ചരിത്രത്തോടും പരസ്യമായി മാപ്പ് പറഞ്ഞു. അവർ ആ തെറ്റിനെ തിരുത്തി ഇന്ന് സഭയും ശാസ്ത്രവും സഹകരണത്തിന്റെ പാതയിലും ഒരുമിച്ചുമാണ് പോകുന്നത്. പക്ഷേ അതിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സുറിയാനി സഭ ആ ഒരു സ്റ്റാൻഡിലായിരുന്നു പോന്നിരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ നമ്മുടെ ആ മഹത്തായ പാരമ്പര്യം, ശ്രേഷ്ഠമായ ഏതു മനുഷ്യന്റെയും മുമ്പിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആ പാരമ്പര്യത്തെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ നമ്മള് പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇത് കേൾക്കുമ്പം കിഴക്കിനടുത്തായ കായാക്കീസ് എന്ന കിഴക്കൻ കാറ്റ് അതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, രണ്ടാമത്തേതായ മയാസീസ് എന്ന പടിഞ്ഞാറൻ കാറ്റ് അതിനെ കൈക്കൊള്ളുന്നു, മൂന്നാമത്തേതോ ബാറൂസ് എന്ന വടക്കൻ കാറ്റ് അതിനെ നേരെ നയിക്കുന്നു. നമ്മൾ ഈ ഈണത്തിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കത്തില്ല, ഇത് എന്താണ് അവിടെ പറഞ്ഞതെന്ന്. അവിടെ പറഞ്ഞ് ഇത്രയും ശ്രേഷ്ഠമായ കാര്യമാണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ബോധം, അതായത് ഞാൻ പറഞ്ഞല്ലോ, അരിത്തമെറ്റിക് മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക, ശാസ്ത്രീയമായിരിക്കുന്ന ഒരു അവബോധം ഈ ശ്രോതാക്കൾക്ക് ജനിപ്പിക്കുക. പിന്നെ നമ്മുടെ വിശ്വാസപ്രമാണം തുടങ്ങുമ്പോൾ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ
സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം സഭയുടെ വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് ഈ സർവചരാചരങ്ങളുടെയും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ ആദിഭൂതങ്ങളുടെയും മൂലകാരണമായിരിക്കുന്ന ദൈവത്തിങ്കിലേക്കാണ് കോൺസെൻട്രേഷൻ കൊണ്ടുവരുന്നത്. പെന്തക്കോസ്തുകാരുടെ ഞാൻ ഈ പെന്തക്കോസ് എന്ന് പറയുമ്പം നിങ്ങൾ പിണങ്ങരുത് കേട്ടോ. ചില ആളുകൾ അതൊരിക്കലും പറയരുത്. എല്ലാവർക്കും അതെ, പക്ഷെ നമുക്ക് ഫാക്ട് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല, കുഴപ്പം കൊണ്ടല്ല. പെന്തക്കോസ്തുകാർ എന്നെ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേട്ടോണ്ടിരിപ്പുണ്ട്. ഇപ്പം ഞാൻ ലിസ്റ്റിനകത്ത് തന്നെ ഒരു 15 പാസ്റ്റർമാരും ഇപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് കുറ്റമല്ല പറഞ്ഞത്. നിങ്ങൾ ദയവ് ചെയ്ത് വെച്ച് ഏതെങ്കിലും റാൻഡമായിട്ട് ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയോ അങ്ങനെയുള്ള ഏതെങ്കിലും സഭയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ വിശ്വാസ പ്രമാണം നിങ്ങൾ നോക്കുക. എങ്ങനെയാണ് തുടങ്ങുന്നത്? സുറിയാനി സഭയുടെ വിശ്വാസ പ്രമാണം തുടങ്ങുമ്പോൾ സർവ്വശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ മൂലകങ്ങളുടെയും ആദിഭൂതങ്ങളുടെയും സകലത്തിന്റെയും മൂലകാരണമായ സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയാണ്. അത്ര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പം എത്ര എക്സ്ക്ലൂസീവായിട്ട് ഇടുങ്ങിയ വിശ്വാസ പ്രമാണം, ചിന്താഗതി എത്ര ഇടുങ്ങിയതാണെന്ന് ഓർക്കണം. പെന്തക്കോസ്ത് വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളല്ല നോക്ക്. മനസ്സിലായോ? ആ സഭയുടെ അവരുടെ പരാജയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മുടെ വിശാലമായ ക്യാൻവാസ് ആണ്. എത്ര വിശാലമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം എല്ലാമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാമായിട്ട് എന്ത് വന്നാലും, പുതിയൊരു കാര്യം വന്നാലും അതിന്റെ സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു തരത്തിൽ നമ്മൾ പുറത്തു പോകത്തില്ല. സയൻസ് എത്ര അഡ്വാൻസ് ആയാലും, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും, ലോകം എത്ര മുന്നോട്ട് പോയാലും, അവിടെയുണ്ട് നമ്മുടെ ബാനർ ഫ്രണ്ടിൽ. പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തൊരു ദയനീയം, എന്തൊരു തോൽവിയാന്ന് ഓർക്കണം. 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കും. തീർന്നില്ലേ? അവിടെ ചതുരക്കള്ളി വരച്ചു, അതിനകത്ത് അവരും നിന്നു, അവരുടെ ദൈവവും നിന്നു. അതായത് ഇവരൊരു ചതുരക്കള്ളി വരച്ചെന്ന് പെന്തക്കോസ്തുകാർ, പെന്തക്കോസ്തുകാരും എന്നെ കേൾക്കുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ളവരുടെയും വിവരമുള്ളവരുടെയും ശ്രദ്ധയ്ക്കാണ് ഈ പറയുന്നത്. എത്ര അബദ്ധമാണെന്ന് നിങ്ങൾ തിരിച്ചറിയേ. നിങ്ങളുടെ വിശ്വാസ പ്രമാണം ഈ ചതുരക്കള്ളിക്കകത്ത് അവർ കയറി നിന്നു, സ്വയം കയറി നിന്നു. പണ്ട് ബോംബെയിൽ ഒരു തന്നെ ഈ ഗ്രേറ്റ് എസ്കേപ്പ് നടത്തുന്നത് നിങ്ങൾക്കറിയോ? ഹാരി ഹൗഡിനി അറിയോ? ഹാരി ഹൗഡിനി മാന്ത്രികന്മാരുടെ രാജാവായിരുന്നു ഹാരി ഹൗഡിനി. ന്യൂയോർക്കിൽ അദ്ദേഹം നടത്തി ഇവിടുത്തെ ഗവർണറും സുപ്രീം കോടതി ജഡ്ജിയും എല്ലാം അവരുടെ സാന്നിധ്യത്തിലായിരുന്നു. വലിയ പെട്ടിക്കകത്താക്കി വെച്ച് 68 താഴിട്ട് പൂട്ടി കടലിലോട്ട് എറിഞ്ഞു. 5 മിനിറ്റിനകം അദ്ദേഹം കരയ്ക്കൂടെ കയറി വന്നു. ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പൂട്ടി, എത്ര പൂട്ടിട്ടാലും. ഇവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ ലോക്ക് കമ്പനിക്കാര് ലോക്ക് ഉണ്ടാക്കി ചലഞ്ച് ചെയ്തിട്ട് ആ ലോക്ക് ഇട്ട അവർ ലോക്ക് കമ്പനിക്കാർ നേരിട്ട് ഇയാളെ പൂട്ടി. അല്ലാതെ ഇവര് തന്നെ കൊണ്ടുവരുന്ന താഴല്ല. നമ്മുടെ നാട്ടിലെ മാജിക്കാർ കാണിക്കുന്ന അവർ തന്നെ എല്ലാം കൊണ്ടുവരും, താഴും കൊണ്ടുവരും, തകിടും കൊണ്ടുവരും. ഇതല്ല, അമേരിക്കൻ ലോക്ക് കമ്പനിക്കാർ അവരുടെ പ്രസ്റ്റീജിയസ് ലോക്കുകൾ ഉണ്ടാക്കി, പല കമ്പനിക്കാർ ഒരുമിച്ച് ചേർന്ന് കൊളാബറേഷനിൽ ലോക്ക് ഉണ്ടാക്കി ഹാരി ഹൗഡിനിയെ പൂട്ടിയിട്ടു. അയാൾ കൂളായിട്ട് ഇറങ്ങിപ്പോന്നു. ഇത് കണ്ട് ബോംബെയിൽ ഒരുത്തൻ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് അവിടെയുള്ളവരെല്ലാം കൂടെ കൂട്ടി ഒരു പെട്ടിക്കകത്താക്കി കുറെ കച്ചി കൂട്ടച്ച് ഈ കച്ചിക്കകത്ത് വെച്ച് കത്തിച്ചോളം പറഞ്ഞു. ഇപ്പൊ കത്തുന്ന കച്ചിക്കൂനക്കകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്ന പെട്ടിയിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞു. എല്ലാവരും നോക്കി നിന്ന്, കച്ചി കത്തി തീർന്നു, പെട്ടിയും കത്തി തീർന്നു, ആള് വന്നില്ല, ഒരു മണം വന്നു. നോക്കിയപ്പോ കരിഞ്ഞൊരു അസ്ഥി കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരു പെട്ടിക്കകത്ത് പെന്തക്കോസ്തുകാർ തന്നെ അങ്ങ് കയറി. ഹാരി ഹൗഡിനി മരിച്ച് ന്യൂയോർക്കിലാണ് അയാളെ അടക്കിയത്. അയാളെ അടക്കി, കല്ലറ അടക്കി,
കല്ലറയ്ക്കകത്ത് ഇയാളുടെ ശവം വെച്ചു അടക്കി. എല്ലാവരും ആളുകൾ പിരിഞ്ഞു. പിന്നെ ആളുകൾക്കൊരു സംശയം. ഇപ്പൊ പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെല്ലാം സംശയം. കല്ലറ തുറക്കാൻ പറഞ്ഞു. കാരണം ഇവർക്ക് പേടിയായിപ്പോയി. പണ്ടത്തെ പോലെ ഈ കല്ലറ തുറന്നു. ഹൗഡിനി രക്ഷപ്പെട്ടോ അറിയത്തില്ല. കാരണം എങ്ങനെയെല്ലാം പൂട്ടിയിട്ടും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ്. കല്ലറ തുറന്നു, പെട്ടി തുറന്നു. അവരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഹൗഡിനിയുടെ ശരീരം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ആയിരക്കണക്കിന് വേദികളിൽ 10,000-കണക്കിന് പൂട്ടുകളെ പൊളിച്ച് പുറത്ത് ചാടിയ ആരി ഹുഡീനിക്ക് കല്ലറയെ ഭേദിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ കിടന്നു. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, ഈ പെന്തക്കോസ്തുകാർ സ്വയം ഒരു ചതുരക്കള്ളിക്കകത്തേക്ക് ഒതുങ്ങിപ്പോയി. അവരുടെ ഫെയ്ത്ത് ഓഫ് സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നത് ഇങ്ങനെയാ: 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ കൊണ്ട് അപ്പൊ അവരുടെ ജീവിതവും 66 പുസ്തകത്തിനകത്ത് വരച്ചു വെച്ചു. അവരുടെ ദൈവവും 66 പുസ്തകത്തിൽ. അതിനകത്ത് പിന്നെ അതിന് പുറത്തു പോകാമല്ല. അതുകൊണ്ട് എന്നാ വന്നാലും ബൈബിളിലുണ്ടോ, ബൈബിളിൽ കാണിക്കും. പക്ഷെ സുറിയാനി സഭയുടെ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ്. ഫെയ്ത്ത് ഓഫ് സ്റ്റേറ്റ്മെന്റ് തുടങ്ങാണ്: സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്ര ബ്യൂട്ടിഫുള്ളാണ്. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സ്വരവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായി. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഞാൻ അതിന്റെ ബാക്കി വായിക്കാം.
ഓക്കെ, ഞാൻ ബാക്കി വായിക്കാം. കാത്യൂസ് എന്ന തെക്കൻ കാറ്റ് അതിനെ താങ്ങി നിർത്തുന്നു. സംവത്സരത്തിന്റെ ഭ്രമണവും അതിന്റെ കലർച്ചയും 4ആയി ഭാഗിച്ചിരിക്കുന്നു. ഹേമന്തം, ശരത്ത്, വസന്തം, വർഷം എന്നിവയെ നയിക്കുവാൻ 4 കാറ്റുകളുള്ള 4 വ്യത്യാസങ്ങൾ അതിൽ വെച്ചു. കിഴക്ക് വസന്തകാലത്തിനൊത്ത ഉണങ്ങിയ കരയും, വടക്ക് വർഷത്തിനൊത്ത തണുത്തതും, പടിഞ്ഞാറ് ഹേമന്തം പോലെ കുതിർന്നതും, തെക്ക് ശരത്ത് പോലെ ചൂടുള്ളതുമാകുന്നു. സൃഷ്ടിയെ 4 ഭാഗങ്ങളായി ക്രമപ്പെടുത്തുകയും അവയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിക്കുകയും ചെയ്തു. സ്നേഹിക്കപ്പെട്ടിരുന്ന അവന്റെ ശുശ്രൂഷയ്ക്കായി സകലത്തെയും സംരക്ഷിച്ചു. 4 പുരുഷന്മാരോടും 4 സ്ത്രീകളോടും കൂടെ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുവാൻ കൽപ്പിച്ചു. പെട്ടകത്തിൽ 8 പേരായിരുന്നു, 4 പുരുഷന്മാരും 4 സ്ത്രീകളുമായിരുന്നു. ഇപ്പൊ 4 എന്ന സംഖ്യയുടെ പ്രാധാന്യവും പ്രത്യേകത ഇങ്ങനെ എടുത്തു കാണിക്കുകയാണ്. സ്ലീബായുടെ ദൃഷ്ടാന്തത്താൽ 4 ഭാഗത്തേക്കും അത് പാഞ്ഞു. അപ്പൊ സ്ലീബായിക്ക് 4 കാലുകളാണുള്ളത്. അതുകൊണ്ടാണ് 4 എന്ന സംഖ്യ സ്ലീബായുടെ സംഖ്യയായിട്ട് കാണുന്നത്. ലോകത്തിന്റെ സംഖ്യ 4ആണ്. കാരണം ലോകത്തിന് 4 ദിക്കാണ്: നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പൊ വേദപുസ്തക സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. നോഹയെയും അവന്റെ മക്കളെയും അവരുടെ സ്ത്രീകളെയും ജലപ്രളയത്തിൽ നിന്നും ലോകത്തിന്റെ ചതുർഭൂതങ്ങളുടെ ഉണ്ടാക്കിയതിനാലും രക്ഷിച്ചു. സീനായി പർവ്വതത്തിൽ വെച്ച് മൂശയോട് 4 മൂലികകളിൽ നിന്ന് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുവാനുള്ള തൈലം ഉണ്ടാക്കുവാൻ ആജ്ഞാപിച്ചു. 1 മൂറ്, 2 ഖിനോമൂന്, 3 കവാക്കിയ, 4 സൈത്ത്. ഈ 4 കൂട്ടം കൊണ്ട് അത് തയ്യാറാക്കി. അതായത് മൂറും കറുവാപ്പട്ടയും കുങ്കുമവും ഒലിവ് ഓയിലും ചേർത്താണ് അഭിഷേക തൈലം മോശയോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. സീനായി പർവ്വതം വ്യത്യസ്തമായ നാമങ്ങളുള്ള 4 ഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. സീനായും സെയറും ഫെറോനും ഹുറീബും തന്നെ. അത് 4 മുഖമുള്ള രഥത്തെ ദൃഷ്ടാന്തപ്പെടുത്തുന്നു. ഇസ്രായേലിന്മേൽ അതിന്റെ നാശത്തിനായി 4 കൊമ്പുകൾ നീട്ടപ്പെട്ടിരുന്നത് തഗ്ലത്ത് പലേസർ, ശൽമനേസർ, സൻഹരീബ്, നെബുക്കദ്നേസർ എന്നിവരാകുന്നു. ഭൂമിയുടെ സാദൃശ്യം ചതുർഭൂതങ്ങളാലുള്ളവർ ധരിച്ചു. അവ 4 നിബന്ധിച്ചപ്പോൾ ദൈവമാകുന്ന താൻ ചതുർഭൂതങ്ങൾ ധരിച്ച് അവനെ ഉദ്ധരിച്ചു. അവ 4 നിന്നും അവന് ഭക്ഷണം തയ്യാറാക്കി. സംയോജിച്ച ആദ്യ സ്വഭാവത്തിൽ അവയെ വെച്ചു. ഖബറിലേക്ക് 4 പ്രാവശ്യം സ്ത്രീകൾ പോയി. ആഴ്ചയുടെ ആദ്യ ദിവസം സന്ധ്യയിലും ഇരുട്ടുള്ള പ്രഭാതത്തിലും വെളുപ്പിനും സൂര്യോദയ സമയത്തും അത്രേ. പുനരുത്ഥാന സുവിശേഷം വഹിച്ചുകൊണ്ട് 4 പ്രാവശ്യം സ്ത്രീകൾ മാളികയിലേക്ക് മടങ്ങി. മഹത്വമുള്ള ഉയർപ്പിനെ 4 കൂട്ടങ്ങൾ കണ്ടു. ഖബറിലിറങ്ങിയ മാലാഖമാരും മുദ്രകളും അടയാളങ്ങളും യഥാർത്ഥമാണെന്ന് കണ്ട കാവൽക്കാരും തന്റെ ഖബറടക്കത്തിന് പരിമളവർഗ്ഗങ്ങൾ തയ്യാറാക്കിയ സ്ത്രീകളും തന്നെ. അഗ്നിരഥത്തിന് കീഴിൽ പ്രവാചകൻ ദർശിച്ച പ്രകാരം 4 ഏവങ്കേലിസ്തന്മാർ മുഖാന്തരം 4 സുവിശേഷം 4 ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ആണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷം. നമ്മുടെ രക്ഷയ്ക്കായി ജഡധാരണം ചെയ്ത വചനമായ ഏകജാതന്റെ കർത്തൃപരമായ ഉയർപ്പിനെ സുവിശേഷിപ്പാൻ അയക്കപ്പെട്ടപ്പോൾ 4 കോണും കെട്ടി ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയ തുപ്പട്ടിയെ ശിമോൻ ദർശനത്തിൽ കണ്ടു. ശിമോൻ ആ തുപ്പട്ടിയെയും അതിലുണ്ടായിരുന്ന വെടിപ്പുള്ളതും അല്ലാത്തതുമായ മൃഗങ്ങളെയും കണ്ട് ഭയപ്പെട്ടു. ശിമോനെ, നീ മലിനപ്പെടുകയില്ല, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് 3 പ്രാവശ്യം അവനോട് കൽപ്പിച്ചു. കർത്താവിനെ സ്വീകരിക്കുന്ന സകല ജാതികളിലേക്ക് ഞാൻ നിന്നെ അയക്കുമെന്നും വിശ്വസിക്കുകയും ഏവങ്കേലിയോൻ സുവിശേഷത്തിന് ശിഷ്യപ്പെടുകയും ചെയ്യുന്ന ഏവനും സ്വർഗോന്നതിലേക്ക് കരയറ്റപ്പെടും എന്നും അരുളി ചെയ്തു. ഇൻക്ലൂസീവ്നെസ് ആണ്. ഇപ്പൊ സർവ്വ ജീവജാലങ്ങളെയും എല്ലാ മൃഗങ്ങളെയും ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ നിരൂപണങ്ങളുടെ ബോധനീയ അസ്ഥിവാരത്തിൽ അവ സ്ഥാപിക്കപ്പെടുന്നു. നിന്റെ രക്ഷാകരമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ പെരുന്നാൾ ദിവസം ആത്മാവിന്റെ ചൂടോടും ചതുർഭൂതങ്ങളുടെ ആശ്വാസത്തോടും ഈ പരിമള ധൂപത്തെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഹെവോറായുടെ ബുധനാഴ്ച സെതറായിൽ വായിക്കുകയാണ്, നിന്റെ രക്ഷാകരമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ പെരുന്നാൾ ദിവസം. അപ്പൊ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രമല്ല. അതാ ഞാൻ ഈ പറഞ്ഞു, ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയ്ക്ക് ഒരു ദിവസമല്ല, ഈ 7 ദിവസവും നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അതുകൊണ്ടാണ് ഈ ഹെവോറ ബുധനാഴ്ച, അതായത് ഈസ്റ്ററിന് ശേഷമുള്ള ബുധനാഴ്ചയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ പെരുന്നാൾ ദിവസം എന്ന് വായിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസമായിട്ട് നിങ്ങൾ ആഘോഷം നിർത്തരുത്. ഈസ്റ്റർ ആഘോഷം തുടരട്ടെ. അത് 8 ദിവസം അടുത്ത ഞായറാഴ്ച വരെ ഉണ്ട്. പുതു ഞായറാഴ്ച കൊണ്ടാണ് അത് സമാപിക്കുന്നത്. ആത്മാവിന്റെ ചൂടോടും ചതുർഭൂതങ്ങളുടെ ആശ്വാസത്തോടും ഈ പരിമള ധൂപത്തെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചതുർവിധമായി നിന്റെ ശുശ്രൂഷയ്ക്ക് കീഴ്പ്പെടുവാൻ കൃപയരുളണമേ. നിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കണമേ. 4 യാമങ്ങളിലും നിനക്ക് ഞങ്ങൾ സ്തുതി പാടുമാറാകണമേ. ഞങ്ങളുടെ അടുക്കലുള്ള നിന്റെ പരിപാലനത്തെ പ്രതി പ്രളയ സമുദ്രത്തിൽ നിന്ന് ഞങ്ങളെ കോരിയെടുക്കണമേ. ദൈവിക തൈലത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ചതുർഭൂതങ്ങളാൽ നിന്നെ ദർശിപ്പാനും കൈവേലകളെ നിരസിപ്പാനും കൃപയരുളണമേ.
ഞങ്ങളുടെ രക്ഷയെ പ്രതിയും സാത്താൻ മരണം എന്നീ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായും മരത്തിന്മേലുള്ള നിന്റെ ഉയർത്തപ്പെടൽ വഴി ചതുർഭൂതങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിനാലും നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതാണ് നമ്മൾ വായിക്കുന്നത്. നാളെ എന്നത്തെ ദിവസം സദറ വായിക്കുമ്പോൾ 5 എന്ന സംഖ്യയെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നാളെ ഞാൻ ഇരുന്ന് 5-നെ പറ്റി വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ സദറയുടെ PDF ഉണ്ട്, അത് അയച്ചു തരാം. അതാണ് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത്. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ശുശ്രൂഷകളാണെന്ന് മനസ്സിലാക്കുക. ഉയർപ്പിന്റെ പെരുന്നാൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജാതികളെ മോദിപ്പീൻ എന്ന് നമ്മൾ പാടുന്നത്. ജാതികളെ മോദിപ്പീൻ, മറിയ മോദി. കാരണം എല്ലാവരുടെയും സന്തോഷത്തിനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അവർ പരസ്യമായിട്ട് റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കുക. സഭ എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഉയർപ്പ് പെരുന്നാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം വളരെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ സർവശക്തിയുള്ള പിതാവായി എല്ലാ സത്യവിശ്വാസികളും മനസ്സിലാക്കുക. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ ഇത് പരമാവധി ഇത് തന്നെ നിങ്ങൾ പ്രഘോഷിക്കുക. കാരണം നമ്മൾ വിശ്വസിക്കുന്ന എവിടെയാണ്? സർവശക്തിയുള്ള പിതാവായി
ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ്. ഒരു എക്സ്ക്ലൂസീവ്സും ഇല്ല. ഒരു എക്സ്ക്ലൂസീവ് ആരെയും ഒഴിവാക്കുന്നില്ല, ഒന്നിനെയും ഒഴിവാക്കുന്നില്ല. സകല ചരാചരങ്ങളുടെയും സർവമൂലഭൂതങ്ങളുടെയും ആദി കാരണമായിരിക്കുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സ്വയം സ്ഥിതനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാലങ്ങൾ മാറിയാലും, എത്ര മനുഷ്യൻ അഡ്വാൻസ്ഡ് ആയാലും, എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ വിശ്വാസത്തിന് ഇളക്കം സംഭവിക്കുന്നില്ല. ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീടാണ്. മറിച്ച് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ അവര് പറയുന്നത് ഞങ്ങൾ 66 പുസ്തകങ്ങളുള്ള ബൈബിളിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ചതുരക്കള്ളിക്കകത്താണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ഒരു റൈറ്ററുണ്ട്, ഹൊറർ നോവലുകൾ എഴുതുന്ന. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഡ്രാമ ഉണ്ട്, ദ ഫൈനൽ എസ്കേപ്പ്. ഈ ഫൈനൽ എസ്കേപ്പ് ഡ്രാമയുടെ കഥ ഇതാണ്. ഒരു പ്രിസണർ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കാണ്. ഒരിക്കലും പുറത്തു പോകാൻ കഴിയത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ വിധിക്കപ്പെട്ടാണ് 135 വർഷമൊക്കെയാണ് തടവ് വിധിക്കപ്പെടുന്നത്. അങ്ങനെ കിടക്കുന്ന അദ്ദേഹത്തിന് രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ജയിലിലെ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിന് ഒരു ഐ സർജറി ചെയ്യണം, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ കുറച്ച് പണം വേണം. ആ പണം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പൊ എപ്പോഴും ഈ തടവുകാരനുമായിട്ട് ഈ ജോലിക്കാരൻ ഈ തന്റെ ദുഃഖം പങ്കുവെക്കും. അപ്പോൾ ഈ തടവുകാരൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം വലിയൊരു ബാങ്ക് കൊള്ള നടത്തിയതിനെ തുടർന്നാണ് അറസ്റ്റിലായത്. ബാങ്ക് കൊള്ള നടത്തിയതിന് അറസ്റ്റിലായി ഇദ്ദേഹത്തെ തടവിന് ശിക്ഷിച്ചു. എങ്കിലും ഇദ്ദേഹത്തിന് ഈ പോലീസുകാർക്ക് ഈ കൊള്ള മുതൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഈ കൊള്ള മുതൽ ഇദ്ദേഹം വളരെ രഹസ്യമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജയിൽ ജീവനക്കാരനോട് ഈ തടവുകാരൻ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ സഹായിക്കാമെങ്കിൽ ഞാൻ നിന്റെ ഐ സർജറി, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശ് തരാം. ഈ പ്രലോഭനത്തിൽ ജയിൽ ജീവനക്കാരൻ വഴങ്ങി. ഇതെങ്ങനെ ഈ തടവുകാരനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ജയിൽ ജീവനക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ സഹായിക്കാം. ഈ ജയിലിലെ ഇൻമേറ്റ്സ് മരിക്കുമ്പോൾ അവിടുത്തെ നടപടി, ഈ ഇൻമേറ്റ്സിനൊരു പെട്ടിക്കകത്ത്, മരിക്കുന്ന ഡെഡ് ബോഡി ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് അവിടെ ഒരു ലിവർ പിടിച്ചു വലിക്കും. അപ്പോൾ ഇത് ആ ജയിലിന്റെ ഒരു ഡോറ് തുറന്ന് നേരെ പുറത്ത് വലിയൊരു ഗ്രേവ് ഉണ്ട്, അതിലേക്ക് ഒന്ന് വീഴുകയാണ്, ശവക്കുഴിയിലേക്ക് വീഴുകയാണ്. അപ്പം ഇദ്ദേഹം തടവുകാരനോട് ഈ ജയിൽ ജീവനക്കാരൻ പറഞ്ഞു, അപ്പൊ ഈ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഒരു മണിയടിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഡെഡ് ബോഡി കൊണ്ട് അവിടെ ഇടുന്നത്. അപ്പൊ അടുത്ത ഇൻമേറ്റ് മരിക്കുമ്പോൾ, അടുത്ത അന്തേവാസി ജയിലിൽ മരിക്കുമ്പോൾ നീ അവിടെ വന്ന് കിടക്കണം. അപ്പൊ ഞാൻ നിന്നെ മറിച്ച് അപ്പുറത്ത് കുഴിയിലിടും. എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഞാൻ പുറത്തു പോകുമ്പോൾ ഞാൻ വന്ന് ഗ്രേവ് ഓപ്പൺ ചെയ്ത് നിന്നെ അവിടുന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും പദ്ധതി ബോധിച്ചു. അങ്ങനെ അവർ അടുത്ത ഇൻമേറ്റിന്റെ മരണത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ താൻ കാതോർത്തിരുന്ന ആ മണിശബ്ദം ഈ തടവുകാരൻ കേട്ടു. കാതോർത്തിരിക്കുക മണിശബ്ദം. മണിമുഴക്കത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ, അങ്ങ് ദൂരെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ മണിമുഴക്കം. ഈ മണിമുഴക്കം കേട്ടു. തടവുകാരൻ പെട്ടെന്ന് ഉഷാറായി. അദ്ദേഹം പെട്ടെന്ന് ചെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കയറി കടന്നു. പെട്ടിക്കകത്ത്, മറിക്കുന്ന പെട്ടിക്കകത്ത് ആരോ കൊണ്ടൊരു ഡെഡ് ബോഡി കൂടെ വെച്ചു. ലിവർ പിടിച്ച് വലിച്ചു. വളരെ സേഫായിട്ട് ഡെഡ് ബോഡിയും പെട്ടിയും ഈളും എല്ലാം കൂടെ മറിഞ്ഞ് ഗ്രേവിലേക്ക് പോയി. അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടെ ആ പെട്ടിക്കകത്ത് കിടക്കുകയാണ്. ഈ ജയിൽ ജീവനക്കാരൻ ഡ്യൂട്ടി സമയം കഴിയുമ്പോൾ പുറത്തിറങ്ങി വരും, തന്നെ തുറക്കും. തൻ്റെ മനസ്സിൽ കണക്കൂട്ടലുണ്ട്. മിനിറ്റുകൾ മണിക്കൂറുകൾക്ക് വഴിമാറുന്നു. മണിക്കൂറുകൾ അദ്ദേഹം കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം തൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലനുസരിച്ച് ഗ്രേവ് തുറക്കാനുള്ള സമയമായി. പക്ഷേ തുറക്കുന്നില്ല. അദ്ദേഹം കുറെ കൂടെ വെയിറ്റ് ചെയ്തു. കാരണം എന്തെങ്കിലും കാരണത്താൽ കാലവിളംബം വരുന്നതായിരിക്കാം. പക്ഷേ വീണ്ടും സമയം അതിക്രമിച്ചു. പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി സമയം കഴിഞ്ഞു. വീണ്ടും സമയം മുന്നോട്ട് പോവുകയാണ്. ഗ്രേവ് തുറക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. വീണ്ടും സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന് ചെറുതായിട്ട് ഭയം അരിച്ചു കയറാൻ തുടങ്ങി. അപ്പൊ തൻ്റെ കയ്യിലുള്ള ഒരു ലൈറ്റർ താൻ പയ്യെ തെളിയിച്ചു. ഇങ്ങനെ ആ ലൈറ്റർ വെച്ച് നോക്കിയപ്പോൾ തൻ്റെ സകല പ്രതീക്ഷകളെ തകിടമറിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്.
തൻ്റെ കൂടെ ഈ പെട്ടിയിൽ ഇട്ടിരിക്കുന്ന ഡെഡ് ബോഡി തന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ ജയിൽ ജീവനക്കാരൻ്റെ ഡെഡ് ബോഡിയാണ് താൻ കണ്ടത്. ഇവിടെയാണ് ഹിച്ച്കോക്കിൻ്റെ ഡ്രാമ അവസാനിപ്പിക്കുന്നത്. അവിടെ ഹോപ്പ് അവസാനിക്കുകയാണ്. ഈ 66 പുസ്തകത്തിൻ്റെ ബോക്സിനകത്ത് സ്വയം കയറിയിരിക്കുന്ന ഓരോ പെന്തക്കോസ്ത് വിശ്വാസികൾക്കും ഇതിലും കൂടി ഒരു ഹോപ്പും ഇല്ല. ദാറ്റ്സ് യുവർ എസ്കേപ്പ്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. സകല ജാതികളിലും ആ ഹോപ്പ് വസിക്കുന്നു. ദാറ്റ് ഇസ് എ ട്രൂ ഗോസ്പൽ, ദാറ്റ് ഇസ് എ ഗ്ലോറിയസ് ഗോസ്പൽ. അതാണ് പൗലുസ്ലീഹ എഴുതിയത്, അതാണ് കൊലാസ്യലേഖനത്തിൽ രേഖപ്പെടുത്തിയത്. ബ്ലെസ്സഡ് ഹോപ്പ്, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഡ്വെൽസ് ഇൻ യു. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാണ്. ബോക്സിന്റെ അകത്തിരിക്കുകയല്ല. നിങ്ങളെ തന്നെ ഒരു ബോക്സിൽ ഇട്ടുവെച്ചിട്ട് ആ ബോക്സോടുകൂടെ ഈ കഫിനകത്ത്, ഈ പെട്ടിക്കകത്ത് വെച്ച് ഈ ശവക്കുഴിയിലേക്ക്, ഒരിക്കലും രക്ഷപ്പെടാത്ത ശവക്കുഴിയിലേക്ക് തള്ളിയിടുന്ന സിദ്ധാന്തമാണ് ഈ പെന്തക്കോസ്തൽ ഉപദേശം. അതിൽ നിന്ന് രക്ഷപ്പെടുക. ഗ്ലോറിയസ് ഗോസ്പൽ. മറിയാമോദി താതനയാരെന്തനയ കബറി